സെഖരിയ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആമേൻ നമുക്ക് വായിച്ച് കേൾക്കാം. വേദപുസ്തകമുള്ള എല്ലാവരും അത് തുറക്കണം. വളരെ പ്രാർത്ഥനയോടെ വളരെ ശ്രദ്ധയോടെ നിങ്ങളായിരിക്കണം. സെഖരിയ പ്രവചനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തയ്ക്കായി വായിക്കുന്നത്. വേദപുസ്തകം എല്ലാവരും തുറന്ന് അതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ പ്രിയ സഹോദരി ശബ്ദമുയർത്തി വായിക്കും. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുൻപിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. വളരെ ശ്രദ്ധയോടെ ഇന്ന് ഈ പകലിലെ ചിന്തയ്ക്കായിട്ട് നമുക്ക് മുമ്പിലേക്ക് അടുത്തു വരാം. ഇസ്രായേൽ ജനത്തിൻ്റെ ബാബിലോണ്യ പ്രവാസം കഴിഞ്ഞിട്ട് ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് സെഖരിയ പ്രവാചകൻ. താൻ ഹല്ലേലൂയ ദൈവജനത്തോട് ദൈവം കൊടുത്ത അരുളപ്പാട് സംസാരിക്കുന്നു. ആ അരുളപ്പാട് സംസാരിക്കാൻ മുഖാന്തരമായിട്ട് യോശുവായെക്കുറിച്ച് ഒരു ദർശനം ദൈവം കൊടുത്തൊരു ദൃഷ്ടാന്തമായി യോശുവായെ കാണിച്ചുകൊണ്ട്, ദർശനത്തിൽ കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഭാഗമാണ്. എനിക്ക് അത്രയും വിശദീകരിപ്പാനേ അതിൻ്റെ ആ പശ്ചാത്തലം പറയാൻ അത്രയ്ക്ക് സമയമുള്ളൂ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ യോശുവായെക്കുറിച്ച് ഒരു ദർശനം അവിടെ കൊടുത്തുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിക്കുകയാണ്. സ്തോത്രം. പാപം ചെയ്തത് നിമിത്തം പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൻ്റെ കരുണ കാണിപ്പാണ്ട സമയം വന്നപ്പോൾ ആ ജനത്തോട് ദൈവം കരുണ കാണിപ്പാനും അവരെ വിടുവിപ്പാനും തയ്യാറായി. അവരെ വിടുവിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അവരോട് കരുണ കാണിച്ച് അവരെ രക്ഷിക്കുന്നതിനെ കുറിച്ച് ദൈവം സംസാരിക്കുമ്പോൾ സ്തോത്രം, ഒരു യോശുവയെയും ആ യോശുവ ആയിരിക്കുന്ന അവസ്ഥയെയും കുറിച്ച് ദൈവം കാണിച്ച് ഈ ജനത്തോട് സംസാരിക്കുക. സ്തോത്രം. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ കരുണ ഇന്നും തീർന്നു പോയിട്ടില്ല. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തതയൊക്കെ വളരെ വലുതാണ്. അത് അനുഭവിക്കാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആസ്വദിപ്പാനും അനുഭവിക്കാനും പറ്റുന്നത് ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ്. ഈ പകലിലെ ഈ സന്ദേശം ഞാൻ മുമ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നു ഇതിൻ്റെ അകത്തുള്ള അന്തരീക്ഷം അത്ര ശരിയല്ല. ഈ ഒരു സ്തോത്രം വചന ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ അധികം പ്രാർത്ഥിക്കാനൊന്നും സമയമില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് ഒത്തിരി കാര്യങ്ങളുള്ളത് കൊണ്ട് കൃത്യസമയത്ത് നമുക്ക് നിർത്തേണ്ടതുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് അതുകൊണ്ട് ഇതിനകത്ത് ഈ ദൂത് എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങളോട് സംസാരിക്കുന്ന പക്ഷം നിങ്ങളത് സ്വീകരിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ചിലത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് അനിവാര്യമായ ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കരമെല്ലാം ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഇതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ജനത്തോട് ദൈവം കരുണ കാണിക്കുന്നതിനെ കുറിച്ച്. ആ വാക്യം കൂടെ ഒന്ന് വായിച്ച്. 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, എൻ്റെ ആലയം അതിൽ പണിയും, യെരൂശലേമിന്മേൽ അളവുനൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ ഇനിയും പ്രസംഗിച്ച് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. വളരെ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഹല്ലേലൂയ ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. വ്യക്തിപരമായും ദൈവസഭയോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്ന വാക്കുകളായി നമ്മുടെ കുടുംബത്തോട് അരുളി ചെയ്യുന്ന വാക്കുകളായി നമ്മളത് ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ ദൈവം അവിടെ പറയുന്ന വിഷയമാണ്, എനിക്ക് എൻ്റെ ജനത്തോട് കരുണ തോന്നിയിരിക്കുന്നു. സ്തോത്രം. യഹോവ അരുളി ചെയ്യുന്ന കാര്യമാണ്, ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, കരുണയോടെ ദൈവജനത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോപം ഏറ്റുവാങ്ങി പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തോട് കരുണ തോന്നി ആ ജനത്തെ ദൈവം നോക്കുന്ന ഒരു സമയം. നമ്മൾ ഹല്ലേലൂയ എന്താ അതിനകത്ത് ചിന്തിക്കേണ്ടത്? ഏതോ ചില സ്തോത്ര അകൽച്ചകളിൽ, ഏതോ ചില പൊരുത്തക്കേടുകളിലൊക്കെ നാമും ദൈവവുമായിട്ടായിരിക്കുന്നെങ്കിൽ, ആ നിലകളിൽ ഹല്ലേലൂയ ദൈവം നമ്മെ വിട്ട് അകന്നിരിക്കുന്നെങ്കിൽ, ആ നിലകളിൽ ദൈവം നമ്മെ തള്ളിക്കളഞ്ഞ അവസ്ഥയുണ്ടെങ്കിൽ, ഇത് ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന സമയമാണെന്നറിഞ്ഞ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് ധൈര്യത്തോടെ നോക്കുക. ദൈവത്തിന് കരുണ തോന്നിയിരിക്കുന്നു എന്ന് സ്തോത്രം ഇന്ന് ഈ ദൈവസഭയ്ക്കകത്ത് പറയുമ്പോൾ നിങ്ങളോട്
നിങ്ങളോടാണ് ദൈവത്തിന് കരുണ തോന്നിയതെങ്കിൽ അത് വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ ഒരു റിസൾട്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ ജീവിതത്തിൽ വരും. സ്തോത്രം. അത് സംഭവിക്കും എന്നാണ് ഞാൻ ഇതിനകത്ത് വിശ്വസിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇതൂത് എന്നെ കേൾക്കുന്നവരോട് പറയുന്നത്. കാരണം ദൈവത്തിന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കോപം അനുഭവിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ കരുണ ദൈവം വെളിപ്പെടുത്തുന്നത് അത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപയാലാണ്. സ്തോത്രം. ആ ദൈവത്തിന് നമ്മോട് കരുണ തോന്നുന്നത് അവൻ്റെ കൃപയാലാണ്. ആ കൃപ ഈ ജനത്തോട് തോന്നുമ്പോൾ ദൈവം പറയുക, സ്തോത്രം, ഞാൻ കരുണയോടെ തിരിഞ്ഞിരിക്കുന്നു, എൻ്റെ ആലയം അതിൽ പണയും, യെരൂശലേമിൽ അളവ് നൂൽ പിടിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അത് പറഞ്ഞാൽ നമുക്ക് ഹല്ലേലൂയ പെട്ടെന്നൊരു സന്തോഷം വരത്തില്ല. എൻ്റെ ആലയം അതിൽ പണിയുമെന്ന് ആ ജനം കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം അവരുടെ അവസ്ഥ അതാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും അവരുടെ മാന്യത, അവരുടെ ജീവിതത്തിലെ സന്തോഷമാണ് അവരുടെ ആലയം. ആമേൻ. ദൈവം അതിനെ പണിയും എന്ന് പറയുമ്പോൾ നമ്മൾ ഹല്ലേലൂയ അവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഈ പ്രസംഗം, ചരിത്രം പഠിക്കാനല്ലല്ലോ, നമ്മോടല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മോട് കരുണ തോന്നിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഉറപ്പ് തരുന്നതാണ്, ദൈവത്തിൻ്റെ ആലയം ദൈവം പണിയും. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ദൈവം പണിയാൻ തുടങ്ങിയാൽ അതിനെ മുടക്കാൻ ആർക്കും പറ്റത്തില്ല, അതിനെ തകർക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ദൈവം പണിയുന്നത്? ദൈവത്തിന് കരുണ തോന്നിയത് കൊണ്ട് ദൈവം പറയുക, ഞാൻ ഹല്ലേലൂയ ആലയത്തെ പണിയും. നിങ്ങളുടെ ഹല്ലേലൂയ കുടുംബത്തോട് കരുണ തോന്നിയാൽ ദൈവം കുടുംബത്തെ പണിയും. കേട്ടോ? ആമേൻ. കരുണ ദൈവത്തിന് ഇന്ന് പകൽ ഒരു വ്യക്തിയോട് തോന്നിയാൽ ആമേൻ പൊളിഞ്ഞു കിടക്കുന്ന സകലത്തെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പണിയും. ആമേൻ. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ സഭയിൽ ഒരു ശുശ്രൂഷകനായതുകൊണ്ട് വളരെ സന്തോഷത്തോടെ നിങ്ങൾ ആമേൻ ഹല്ലേലൂയ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാ, ദൈവം നമ്മെ പണിയും. ഇത് ദൈവത്തിന്റെ സഭയാണ്, ദൈവത്തിന്റെ ആലയമാണെങ്കിൽ ഇതിനെ ദൈവം പണിയും. സ്തോത്രം. ഒരു പാതാള ഗോപുര ശക്തിക്കും ആമേൻ ഹല്ലേലൂയ തടുക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, എന്നോട് ദൈവത്തിന് കരുണ തോന്നി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് ദൈവത്തിന് കരുണ തോന്നി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പകൽ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കാതെ അടുത്തു ചേർന്ന് ആ കരുണ അനുഭവിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം പറയുന്നത് ഞാൻ പണിയുമെന്ന. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നത് ആമേൻ ഹല്ലേലൂയ തകർന്നു കിടക്കുന്നതും ഏറെ കാലം കൊണ്ട് നിന്നാപാത്രമായിരിക്കുന്നതുമായ വിഷയത്തിന്റെ മേൽ ആമേൻ പണിയുന്ന ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങും. ആർക്കും തടുക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം ആമേൻ ഹല്ലേലൂയ അതിനെ പണിയുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അടുത്തു പറയുന്ന എൻ്റെ പട്ടണങ്ങളിൽ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. സ്തോത്രം. ഞാനത് വിശദീകരിക്കുന്നില്ല, കാരണം നമ്മളുടെ മേൽ ഹല്ലേലൂയ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളതാ. ഒരു വിശാലത എന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കർത്താവ് അത് ചെയ്യും എന്ന് നാം ഓരോരുത്തരും ദൈവസ്ഥാനത്തിൽ വിശ്വസിക്കുക. അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും എങ്കിൽ ആമേൻ. സ്തോത്രം. ഞാൻ നിങ്ങളോട് ആമേൻ വളരെ വ്യക്തതയോടെ പറയാം, ഈ 9-ാം മാസം 24-ാം തീയതി ഞായറാഴ്ച വളരെ ഹല്ലേലൂയ കൃത്യതയോടെ പറയാം, ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് കരുണ തോന്നിയത് കൊണ്ട് ഒരു അഭിവൃദ്ധിയിലേക്ക്, വിശാലതയിലേക്ക് ദൈവം തൻ്റെ ജനത്തെ നടത്തും എന്ന് ആമേൻ ഹല്ലേലൂയ ഉറപ്പിച്ച് ഞാൻ വിളിച്ചു പറയുകയാണ്. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഇവിടെ ഹല്ലേലൂയ പറയുന്നു, യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ദൈവം ആശ്വസിപ്പിക്കും. ആമേൻ. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവത്തിന് ആശ്വസിപ്പിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഹല്ലേലൂയ മനുഷ്യരുടെ ആശ്വാസത്തിനോ മറ്റ് ഹല്ലേലൂയ പലതിൻ്റെ ആശ്വാസത്തിനോ നമുക്ക് യഥാർത്ഥമായി ഹൃദയത്തിൽ ആശ്വാസം കൈക്കൊള്ളാൻ പറ്റാതെ നമ്മൾ ഹല്ലേലൂയ വേദനപ്പെടുന്ന സാഹചര്യമുണ്ട്. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവമെന്ന്, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും ആശ്വാസം നഷ്ടപ്പെടുന്നു. ഈ ജനത്തെ സംബന്ധിച്ച് ദൈവവും ജനവുമായി ശത്രുതയാണ്. ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം ഏറെ കാലം കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ദൈവം അവരോട് പറയുന്നു, ആമേൻ, ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ഒരു മനുഷ്യനിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾക്കകത്ത് ക്ഷണനേരത്തേക്കുള്ള ആശ്വാസം പ്രാപിച്ച് നമ്മളതിൽ ഹല്ലേലൂയ തൃപ്തി അടയും. അത് ആമേൻ മുമ്പിലേക്ക് പോകുമ്പോൾ ആശ്വാസം നഷ്ടപ്പെട്ടവരായി വീണ്ടും ആമേൻ ഹല്ലേലൂയ നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം നമ്മോട് കരുണ തോന്നുന്ന ദൈവം, കരുണ തോന്നിയ ദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ഒരേ ഹല്ലേലൂയ പ്രാർത്ഥനയോടൊന്നിരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചിരിച്ച മുഖത്തോടൊന്നിരിക്കാൻ പറ്റുമോ?
ഭയങ്കര ഗൗരവത്തോടെ നിങ്ങൾ ഇരിക്കുക. സ്തോത്രം. ഭയങ്കര ഗൗരവത്തോടെ ഇരിക്കുക. മറ്റു ചിന്തകളിലൊന്നും നിങ്ങൾ ഇരിക്കരുത്. അതെന്തായി തീരും, ഇതെന്തായി തീരും, ആ സംഭവം എന്തായി തീരും, ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, ഭാരപ്പെടണ്ട. സ്തോത്രം. ഇതുവരെ പോയതുപോലെ മുമ്പോട്ട് നമ്മൾ എന്ത് ചെയ്യും, ശക്തിയോടെ പോകും. പക്ഷെ ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, അസാധാരണമായ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായേക്കും. തടുക്കാൻ പിശാചുണ്ടെന്ന് എനിക്കറിയാം, പ്രതികൂലങ്ങൾ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം, തളർത്തുന്ന വിഷയങ്ങൾ ഒത്തിരി ഉണ്ടെന്നറിയാം. എത്രത്തോളം ഹല്ലേലൂയ മുൻപോട്ട് വിടാതിരിക്കാൻ പറ്റുമോ അത്രത്തോളം മുൻപിലേക്ക് വിടാതിരിക്കാൻ തക്കവണ്ണം വെല്ലുവിളി ഉയർത്തുന്ന ശത്രുവിന്റെ സ്വാധീനവും സാന്നിധ്യവും ശക്തമായി അനുഭവിക്കുമ്പോൾ തന്നെ അവനോട് എതിർത്ത് നിന്നുകൊണ്ട് ദൈവം പറഞ്ഞ ദൈവത്തിന്റെ ആലോചന നിങ്ങൾ ഏറ്റെടുത്താലും ഇല്ലെങ്കിലും ഞാൻ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, ഇത് അയച്ച കാര്യം സാധിക്കാതെ ഈ വചനം മടങ്ങിപ്പോകത്തില്ലെന്ന ഉറപ്പെനിക്കുണ്ട്. ഇത് ഹല്ലേലൂയ ഈ തലമുറയിലും വരുന്ന തലമുറയിലും ഈ വചനം ഹല്ലേലൂയ ഫലം കായ്ക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ ദൈവസഭയിൽ ആ ദൂത് കൈമാറുകയാ. നിങ്ങൾക്ക് ഹല്ലേലൂയ മനസ്സുണ്ടെങ്കിൽ എതിർക്കുന്ന പൈശാചിക ശക്തികളോട് നിങ്ങൾക്ക് എതിർക്കാം. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ മുന്നേറാം. നിങ്ങൾക്ക് ഹല്ലേലൂയ മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കാം. ഇനിയും ക്ഷീണവും മടുപ്പും മന്ദതയും മയക്കവും വരാത്തവരുണ്ടെങ്കിൽ അത് വാഗ്ദത്തങ്ങളെ പിടിച്ചെടുക്കാൻ തക്കവണ്ണം നിൽക്കാം. ഞാൻ ഉറപ്പ് തരാം, നിത്യതയോടുള്ള ഓട്ടത്തിൽ നിത്യതയിലേക്കുള്ള യാത്രയിൽ ദൈവം പറഞ്ഞ ഹല്ലേലൂയ കാര്യാദികൾ ചെയ്തു തീർക്കുന്നതിനിടയിൽ നൂറുകണക്കിന് വ്യക്തികൾ കുഴഞ്ഞു വീഴുന്നത്, തളർന്നു വീഴുന്നത്, ഓട്ടം മതിയാക്കുന്നത്, ദൈവത്തെ വിട്ടുമാറുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. പക്ഷെ ഞാൻ പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഇനി ഇതിനകത്ത് കരുത്തുള്ളവരുണ്ടെങ്കിൽ, വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ, നീ ഒറ്റയ്ക്കാണെങ്കിലും ദൈവം പറഞ്ഞ വചനം നിവർത്തിപ്പാൻ എന്റെ കർത്താവ് ശക്തനെന്ന് പറഞ്ഞ് ഇതിനകത്ത് പ്രാർത്ഥനയുടെ ആത്മാവിൽ പൊരുതാൻ കഴിയുമെങ്കിൽ ഞാൻ പറയുന്നു, ഇന്ന് പകൽ നിന്നോട് കരുണ കാണിക്കുന്ന ദൈവം നിന്നെ ആശ്വസിപ്പിച്ച് നിനക്ക് വിശാലത വരുത്തി നിന്നെ പണിതെടുക്കാൻ അവൻ വിശ്വസ്തനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനെ നാം ഒരുമിച്ച് സ്തുതിക്കണം. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ സമയത്തിന്റെ പരിമിതി ഒത്തിരി ഉണ്ട്. ഞാൻ പറയാം, നമ്മുടെ സഭ സാധാരണഗതിയിലാകരുത്, സാധാരണഗതിയിൽ ചിന്തിക്കുന്നവരാകരുത്. സാധാരണഗതിയിലെ ചിന്ത ദൈവമക്കൾ ഹല്ലേലൂയ സാധാരണഗതിയിൽ ചിന്തിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പരാജയം ഉറപ്പാണ്, നിലനിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കകത്തും നമ്മൾ ഹല്ലേലൂയ വിശ്വസിച്ച ഹല്ലേലൂയ നമ്മുടെ അകത്തിരിക്കുന്ന പ്രത്യാശ, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം, നമ്മുടെ കയ്യിൽ കിട്ടിയ വാഗ്ദത്തം, ഇതെല്ലാം ദൈവം തന്നതാകിയാൽ ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഹല്ലേലൂയ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമേ ശക്തമായ എതിർപ്പുള്ളൂ, ശക്തമായ പോരാട്ടമുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത് സ്തോത്രം നമ്മൾ കയ്യും കെട്ടിയിരുന്നാൽ വാഗ്ദത്തം കിട്ടും, എപ്പോഴായാലും വരും, എങ്ങനെയായാലും സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കരുത്. വാഗ്ദത്തം ഉണ്ടെങ്കിൽ അതിനകത്ത് ഭയങ്കര ക്ഷീണമുണ്ട്, മുമ്പോട്ടൊരു യാത്ര ഉണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം അതിനകത്തുണ്ട്. നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ അകത്ത് കയറി ലാക്കിലേക്കാണ് ഓടുന്നതെങ്കിൽ അവനെ വീഴിക്കാൻ തക്കവണ്ണം ശത്രു സർവത്ര തന്ത്രങ്ങളും പയറ്റ്. അതുകൊണ്ട് ഏറ്റവും ക്ഷീണിപ്പിക്കുന്ന രാത്രി, ഏറ്റവും ക്ഷീണിപ്പിക്കുന്ന ദിവസം, ഏറ്റവും ക്ഷീണം അനുഭവിക്കുന്ന കാലം ദൈവസഭ തിരിച്ചറിയണം. അത് ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൈയടിക്കാനും ഹല്ലേലൂയ സ്തുതിക്കാനും സന്തോഷം തരുന്ന സമയങ്ങളിൽ നിങ്ങൾ അടിക്കുന്ന കരമടിക്ക് എത്രത്തോളം ഹല്ലേലൂയ ഒരു വിടുതലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അത് ഹല്ലേലൂയ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന എന്റെ ചിന്ത. പക്ഷെ ഒരു ഹല്ലേലൂയ ജയത്തിലേക്ക് നീങ്ങുന്ന സഭയാണോ, വിടുതലിലേക്ക് പോകുന്ന വ്യക്തിയാണോ, നിത്യതയിലേക്കാണോ നീ പോകുന്നത്? നിന്റെ ഓരോ ചുവടിലും ഹല്ലേലൂയ തടുക്കുന്നവനുണ്ട്, എതിർക്കുന്നവനുണ്ട്, നുകങ്ങൾ വയ്ക്കുന്ന അന്ധകാര മണ്ഡലമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനത് വ്യക്തതയോടെ പറഞ്ഞു. പക്ഷെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ തകർന്നിരിക്കുന്ന സമയത്ത്, നിന്നെ ഞെരുക്കുന്ന സമയത്ത് ആവോളം പ്രാർത്ഥിപ്പാൻ, കഴിയുന്നിടത്തോളം പ്രാർത്ഥിപ്പാൻ, ശക്തിയോടെ പൊരുതാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർത്ത് കരുത്ത് പ്രാപിച്ച് ദൈവത്തെ സ്തുതിക്കാൻ നീ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപ ഒഴുകും, പാതാള ഗോപുരങ്ങൾ തകരും, നിന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്. ദൈവസഭ പറഞ്ഞതുപോലെ അത് പണിയപ്പെടാനിടയായി തീരും. ഹല്ലേലൂയ. തടുക്കുന്നവനെ കണ്ട്, പ്രതികൂലത്തെ കണ്ട് പകച്ചു നിൽക്കുന്ന ഒരു സഭയായി മാറരുത്. നല്ല കാലം വരുമ്പോൾ ആരാധിക്കാനിരിക്കരുത്, നല്ല കാലം വരുമ്പോൾ അത് സ്വീകരിക്കാനിരിക്കരുത്, എല്ലാം ഒത്തുവരുമ്പോൾ ചെയ്യാനിരിക്കരുത്. പ്രതികൂലത്തെ അതിജീവിച്ചുകൊണ്ട് യോർദാനാണെങ്കിലും നീന്തി കടന്ന് യുദ്ധം ചെയ്യുന്ന ഒരു ആത്മീക ബലത്തോടെ ദൈവസഭ ഈ ദിവസങ്ങൾ എഴുന്നേൽപ്പാൻ തയ്യാറായേ പറ്റത്തുള്ളൂ. നാം വ്യത്യസ്തരായി മാറണം. എന്നെ കേൾക്കുന്നവർ വ്യത്യസ്തരായി മാറണം. ഹല്ലേലൂയ. പ്രതികൂല കാറ്റുണ്ടെങ്കിൽ അപ്പ ചിന്തിച്ചോളണം, ദൈവം അരികിലുണ്ട്. ദൈവത്തിന്റെ വിടുതലിന്റെ സമയമാ. സ്തോത്രം.
ഹല്ലേലൂയ. വളരെ ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവദാസന്മാർ ബലഹീനപ്പെടുന്നത് കണ്ടാൽ ദൈവസഭ പ്രാർത്ഥിക്കണം. ദൈവസഭയ്ക്ക് കോട്ടം വരുന്നത് കണ്ടാൽ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? അതിൻ്റെ അപ്പുറത്തൊരു വിടുതലായത് കൊണ്ടാണ്. സ്തോത്രം. അത് സംഭവിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മോട് കരുണ തോന്നി നമ്മിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അതിനകത്ത് സന്തോഷമുണ്ട്? സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നോടുള്ള കരുണയെ വെളിപ്പെടുത്തണം. സ്തോത്രം. കരുണ ഹേതുവായി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്ന വചനത്തിനകത്തൊക്കെ ഒത്തിരി ആലോചനകളുണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മൾ എത്തിപ്പിടിക്കേണ്ട ഇടത്ത് ആമേൻ നമ്മൾ എത്തിയേ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ ജീവിതം തകരാൻ പാടില്ല. ദൈവത്തെ വിട്ട് അകന്ന് നടക്കുന്നവരുണ്ട്. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാൻ കഴിയാത്തവരുണ്ട്. ആമേൻ. പറ്റിച്ചേർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തോട് ചേർന്ന് വസിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നോക്ക്, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കോപം അനുഭവിച്ചിരുന്ന ജനം ദൈവത്തിന്റെ കരുണ അനുഭവിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിനകത്ത് മറ്റൊരു ചിന്ത പാടില്ല. ദൈവത്തിന്റെ കരുണ ആവോളം പകരാൻ ദൈവം ഒരുക്കമാണ്. അത് സ്വീകരിപ്പാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. ഈ ഹല്ലേലൂയ ജനത്തോട് അതിന്റെ അവസാനം പറയുന്ന ഭാഗം ഇതാണ്. ആമേൻ. ഇനിയും ഞാൻ യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഇനിയും ഞാൻ തിരഞ്ഞെടുക്കും. ഇത് ഹല്ലേലൂയ ദൈവം പറയുന്ന കാര്യങ്ങളാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് വിടുക, നിങ്ങൾ ധ്യാനിക്കുക. ഇനിയും ഞാൻ യെരൂശലേമിനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആമേൻ സ്തോത്രം വേണ്ട എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. വേണമെങ്കിൽ പിശാചിന് പറ്റത്തില്ലെന്ന് പറയാം. മറ്റുള്ളവർക്ക് ദൈവത്തോട് ചോദിക്കാം, നീയല്ലേ തള്ളിക്കളഞ്ഞത് അവരെ. പക്ഷേ ഹല്ലേലൂയ ദൈവം പറയുന്നു, തള്ളിക്കളയാനല്ല കൈക്കൊള്ളാനും എനിക്ക് അധികാരമുണ്ട്, മനസ്സുണ്ട്. സ്തോത്രം. നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? മനസ്സലിവ് തോന്നിയിട്ട് ദൈവം പറയുക, ഞാൻ ഇനിയും തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുപ്പിനകത്തുള്ളവരോടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ആരെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവനെയും തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് മനസ്സുണ്ട്. ദൈവത്തോട് ചോദിച്ച്, ഇങ്ങനെ നാശത്തിലേക്ക് നീ പറഞ്ഞു വിട്ട ആ പ്രവാസത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. പ്രവാസത്തിലേക്ക് പോയ ജനത്തെ വീണ്ടും സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവം പറഞ്ഞു, എനിക്ക് കരുണ തോന്നിയിരിക്കുക. ദൈവത്തിന് കരുണ തോന്നിയാൽ പിന്നെ ദൈവം എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഒന്നുകൂടെ പറയാം, ദൈവത്തിന് എന്നോട് കരുണ തോന്നിയാൽ പിന്നെ ദൈവം എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. 100 പേർ വളഞ്ഞു നിന്നുകൊണ്ട് അവൻ യോഗ്യനല്ല എന്ന് പറയും. സ്തോത്രം. 1000 പേർ തിരിഞ്ഞു നിന്ന് കുറ്റം പറയും. കർത്താവ് പറയും, എനിക്ക് കരുണ തോന്നി ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം പറയും, എനിക്ക് കരുണ തോന്നി ഞാൻ വീണ്ടും തിരഞ്ഞെടുക്കും. ഞാൻ വീണ്ടും എന്റെ ആമേൻ ജനത്തെ തിരഞ്ഞെടുക്കും. എത്ര പേർക്ക് അതിന്റെ അകത്ത് സന്തോഷമുണ്ട്? ഇന്ന് പകൽ ഒറ്റ കുഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കരുത്. ഒറ്റ കുഞ്ഞ് ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് പുറത്തു പോകരുത്. ഈ പകൽ നീ പറ, കർത്താവേ നിന്റെ തിരഞ്ഞെടുപ്പിനായി നന്ദി എന്ന് പറ. സ്തോത്രം. അവിടുത്തെ പ്രയോഗം നിങ്ങൾ കണ്ടോ? ഞാൻ വീണ്ടും തിരഞ്ഞെടുക്കുമെന്ന്. അതിന്റെ അർത്ഥം എന്നതാ? പണ്ടൊരിക്കൽ തിരഞ്ഞെടുത്തതാ, ആള് പോയി. സ്തോത്രം. കർത്താവ് പറയാം, വീണ്ടും തിരഞ്ഞെടുപ്പ്. ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, നമ്മുടെ ഹല്ലേലൂയ ഈ ദൈവസഭ വ്യത്യസ്തമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ഒരു ലക്ഷ്യത്തിലെത്തണം. നമ്മൾ യാന്ത്രികമായി ജീവിക്കുന്നവരാകരുത്. നമ്മുടെ ദൈവത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം. ഒത്തിരി നാൾ കൊണ്ട് തുടങ്ങിയ പ്രയത്നം. അപ്പം ഇനി അതങ്ങോട്ട് മാറി വരുന്ന സമയമാണ്. ദൈവം അത് ചെയ്യും. ദൈവം നമ്മളത് ചെയ്യും. കർത്താവിന് കരുണ തോന്നുമോ? നിനക്ക് കരുണ തോന്നുമോ? കർത്താവേ, അപ്പനോട് നിങ്ങൾ ചോദിച്ചേ, നീ എന്നെ വീണ്ടും തിരഞ്ഞെടുക്കോ? കർത്താവ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക, ഞാൻ നിന്നെ വീണ്ടും തിരഞ്ഞെടുക്കും. അങ്ങനെ ഒരൊറ്റ കുഞ്ഞ് പുറത്തു കിടക്കുന്നെങ്കിൽ ഉത്തരവാദി നീയാ. സ്തോത്രം. നിന്നെ വീണ്ടും തിരഞ്ഞെടുക്കും. അതിന് നീ ഇപ്പം എന്നാ ചെയ്തേ? അതാ ഭയങ്കര അത്ഭുതം എന്ന് പറയുന്നേ. ദൈവത്തിന് നമ്മോട് കരുണ തോന്നി. ഞാൻ പറയട്ടെ, നമ്മുടെ സഭയോട് കർത്താവിന് കരുണ തോന്നിയിരിക്കുക. ഇവിടെ കർത്താവ് എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ അവിശ്വസിച്ചോ? നിങ്ങൾ ഏറ്റെടുക്കണ്ട. ആമേൻ സ്തോത്രം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു. പക്ഷെ ഞാൻ പറയുന്നു, ദൈവത്തിന് കരുണ തോന്നിയത് കൊണ്ട് ദൈവം ആമേൻ ഹല്ലേലൂയ ചിലത് ചെയ്ത് തുടങ്ങാൻ പോവുക. നിന്റെ കുടുംബത്തോട് കരുണ തോന്നിയാൽ ആ കുടുംബത്തിന്റെ അകത്ത് എന്ത് സംഭവിക്കുമെന്ന് ആമേൻ ഒരു മനുഷ്യന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഉറപ്പിച്ചു പറയാം, കരുണ തോന്നിയാൽ അവൻ അടങ്ങിയിരിക്കത്തില്ല. ദൈവം അത്ഭുതങ്ങളെ നമുക്കായി ചെയ്യും. നീ പറ ഹല്ലേലൂയ. ആവർത്തിച്ച് പറയുന്ന വിഷയങ്ങളുണ്ടല്ലോ, ദൈവത്തോട് പറ, അവന്റെ കരുണയ്ക്കകത്ത് അതെല്ലാം സാധ്യമായി മാറുമെന്ന്. അവന്റെ തിരഞ്ഞെടുപ്പിന്റെ അകത്ത് സകലതും സാധ്യമാകുമെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയ. നിങ്ങൾ ഹല്ലേലൂയ മറ്റുള്ളവരെ നോക്കരുത്. മറ്റുള്ളവർ ചിന്തിക്കും പോലെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് പറ്റിച്ചേർന്നിരിക്കണോ? നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. നമുക്ക് ബലപ്പെടാനുള്ള ദൈവത്തിന്റെ വചനം.
ആ വചനത്തിന് ജീവനുണ്ടെന്നറിയാം, ചൈതന്യം ഉണ്ടെന്നറിയാം. ആ വചനം അത്ഭുതം ചെയ്യുമെന്ന് നമുക്കറിയാം. ആ വചനത്തിന് ഹല്ലേലൂയ ദൈവത്തോളം ശക്തി ഉണ്ടെന്ന് നമുക്കറിയാം. ആമേൻ. അങ്ങനെയെങ്കിൽ വചനത്തിൽ ബലപ്പെടുന്നവൻ, അവൻ ദൈവത്തിൽ ബലപ്പെടുകയാണ്. അവന്റെ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധ്യമായി വരും. കേൾക്കുന്ന വചന നിമിത്തം, വാഗ്ദത്ത വചന നിമിത്തം ആമേൻ അവന്റെ ജീവിതത്തിൽ ആമേൻ വിടുതലുകൾ നടക്കും. കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കപ്പെടുക എന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദൈവം ഇങ്ങനെ കരുണ കാണിച്ചു തിരിയുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയാ? വളരെ ഇമ്പോർട്ടൻ്റാ. നമ്മുടെ വിശ്വാസം എങ്ങനെയാ ദൈവത്തിൽ? നമ്മുടെ ആശ്രയം എങ്ങനെ? എത്രത്തോളം പേർ വാഞ്ചിക്കുന്നുണ്ട് ആമേൻ ആ കരുണ എനിക്ക് പൂർണ്ണ അളവിൽ വേണമെന്ന് എത്ര പേർ വാഞ്ചിക്കുന്നുണ്ട്? കർത്താവ് പറയുക, ഞാൻ വീണ്ടും അവരെ തിരഞ്ഞെടുക്കും. ദൈവസഭയോട് പറയുക, സഹോദരന്മാർ കേൾക്ക്, സഹോദരിമാർ കേൾക്ക്, നിന്നെ വീണ്ടും തിരഞ്ഞെടുക്കും, നിന്നെ വീണ്ടും തിരഞ്ഞെടുക്കും. ആരെങ്കിലും തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിന്നോട് കരുണ തോന്നുമ്പോൾ ദൈവം നിന്നെ വീണ്ടും തിരഞ്ഞെടുക്കും. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോടാണ്, എന്നെ കേൾക്കുന്നവരോടാണ് ഈ ദൈവശബ്ദം. ദൈവം നിന്നെ വീണ്ടും തിരഞ്ഞെടുക്കും. മുട്ടുമടക്കാൻ മനസ്സുണ്ടോ? നിന്നെ തള്ളിക്കളയത്തില്ല ദൈവം. ആമേൻ. നിന്നെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കത്തില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ ഭയങ്കരമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ദൈവം ഇടപെടുന്നത് വ്യത്യസ്തമായിട്ടാ. ആമേൻ. സ്തോത്രം. അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് മുമ്പിലേക്ക് വരാം. ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തി, ദൈവം തിരഞ്ഞെടുക്കുന്ന കുടുംബം, ദൈവം തിരഞ്ഞെടുക്കുന്ന സഭ, അവരുടെ മേൽ ദൈവം ചൊരിയുന്ന ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണ വലുതാണ്. അവരിൽ കൂടെയുള്ള ദൈവപ്രവൃത്തി ഭയങ്കരമായിരിക്കും. അസാധാരണമായ കാര്യങ്ങൾ ദൈവം ആമേൻ സ്തോത്രം ചെയ്തെടുക്കും. കാരണം ഈ തിരഞ്ഞെടുപ്പിനകത്ത് തന്നെ ഒരു ദൈവത്തിന്റെ വലിയ പദ്ധതിയുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭയെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്ര. നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇല്ലെന്നാരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലെന്നാരെങ്കിലും പറയുമെങ്കിൽ ഒരു 10 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കണം. അവരോട് മാത്രം ഞാൻ കുറച്ച് സമയം സംസാരിക്കണം. സ്തോത്രം. ആമേൻ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും അവരെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽ ഇതിനകത്ത് ആരെങ്കിലും കേൾക്കുന്നവരിൽ അങ്ങനെ ഒരു മനോഭാവത്തോടെ ഇരിക്കുന്നെങ്കിൽ, നീ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുക എന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം നിന്നെ ദൈവം വീണ്ടും തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം അവൻ തയ്യാറാണ്. സ്തോത്ര. തള്ളിക്കളയുന്ന ഹല്ലേലൂയ അനുഭവങ്ങൾ മനുഷ്യരിൽ നിന്നും പിശാചിൽ നിന്നും വരും. പക്ഷേ നീ അതിന് ചെവി കൊടുക്കരുത്. ദൈവത്തിന്റെ വചനത്തിന് നിങ്ങൾ ചെവി കൊടുക്കണം. ആ തിരഞ്ഞെടുത്ത ജനം ഹല്ലേലൂയ കരുണ അനുഭവിക്കുന്ന ജനത്തോട് ദൈവം സംസാരിക്കുക. സ്തോത്ര. അതിന് സംസാരിക്കാൻ യോശുവയെ ദൃഷ്ടാന്തമായി കാണിക്കുക. എന്നതാ പ്രവാചകനെ കാണിക്കുന്ന? പ്രവാസത്തിൽ നിന്ന് വന്ന ജനത്തിനെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് കരുണ തോന്നിയപ്പോൾ ദർശനത്തിൽ കാണിക്കുക. യോശുവ മുഷിഞ്ഞ വസ്ത്രമിട്ടുകൊണ്ട് ദൈവസന്നിധി നിൽക്കുക. മുഷിഞ്ഞ വസ്ത്രമിട്ട യോശുവ ദൈവസന്നിധി നിൽക്കുന്നു. ആമേൻ. ഒപ്പം ആമേൻ പിശാചും ചെന്ന് നിൽക്കുക ദൈവത്തിന്റെ സന്നിധി. എവിടെയാ? ദൈവത്തിന്റെ സന്നിധിയിൽ. എന്തിനാ പിശാച് ആമേൻ ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്നത്? യോശുവയെ കുറ്റം പറയാൻ. എന്തുകൊണ്ടാ യോശുവയെ പിശാച് വിധിക്കുന്നത്? യോശുവ ധരിച്ചിരിക്കുന്നത് മുഷിഞ്ഞ വസ്ത്രം, അഴുക്കുള്ള വസ്ത്രം, അകൃത്യം എന്ന താഴെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. പാപം, അകൃത്യം ആരുടെ മേൽ? യോശുവയുടെ മേൽ. ദൈവം തിരഞ്ഞെടുത്ത യോശുവയുടെ മേൽ. സ്തോത്രം. അപ്പൊ പിശാച് അടുത്ത് ചെന്ന് യോശുവയെ കുറിച്ച് കുറ്റം ആരോപിക്കുക, ദൈവസന്നിധിയിൽ ആരോപിക്കാൻ നിൽക്കുക. നിങ്ങൾ എല്ലാവരും ഈ ഒരു സത്യം തിരിച്ചറിയണം. നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോ നീതിയുള്ള ദൈവമാണ്. ദൈവം നീതി വിട്ടൊന്നും ചെയ്യത്തില്ല. നമ്മളിൽ ഹല്ലേലൂയ കറയും കളങ്കവും ഉണ്ടെങ്കിൽ ഒരുത്തൻ അവിടെ ചെന്ന് നിൽക്കും. അത് പറ്റത്തില്ല എന്ന് പറയാം, അത് കൊടുക്കരുതെന്ന് പറയാം. കാര്യം എന്നതാ? ഇന്നതാ പ്രശ്നമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ. അവിടെയാ ഹല്ലേലൂയ വചന സന്ദേശത്തിന്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. ഔദാര്യമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു, കരുണ കാണിക്കുന്നു. കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഇതിനെ കളഞ്ഞിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അവനെ പോലെ അരിഷ്ടൻ വേറെയില്ല. ഈ പകൽ കരുണ കാണിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ആമേൻ ദൈവത്തിന് നമ്മുടെ മുഷിഞ്ഞ അവസ്ഥ കാണാം. ഈ ജനത്തെ ചിത്രീകരിക്കുക. ജനം ഇപ്പൊ എങ്ങനെയാ? മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് അകൃത്യം ചുമന്ന് നിൽക്കുക ജനം. സ്തോത്രം. നിങ്ങൾ വീണ്ടും നിശബ്ദരായോ? അകൃത്യം ചുമന്ന് നിൽക്കുന്ന ജനത്തോട് സംസാരിക്കുക. മുഷിഞ്ഞ അകൃത്യം നിറഞ്ഞു നിൽക്കുന്ന ജനം. സംസാരിക്കാൻ, കുറ്റപ്പെടുത്താൻ പിശാച് നിൽപ്പുണ്ട്. യോശുവ അവരുടെ അടുക്കൽ നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം ദൈവം അവിടെ ഒരു കാര്യം ചെയ്യുകയാ. സാത്താനെ ദൈവം ഭത്സിക്കുക. അവിടെ ഭത്സിക്കുമ്പോൾ പറഞ്ഞ പ്രയോഗം നിങ്ങൾ വായിച്ചു കേട്ടത് ആമേൻ വളരെ ഹല്ലേലൂയ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആമേൻ സ്തോത്ര യഹോവ സാത്താനോട്, സാത്താനെ യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാണ്. സ്തോത്ര. എന്താ ഹല്ലേലൂയ ദൈവം പറഞ്ഞത്? യെരൂശലേമിനെ തിരഞ്ഞെടുത്ത
യഹോവ നിന്നെ ഭത്സിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനകത്താണ് നീയെങ്കിൽ അത്ര പെട്ടെന്നൊന്നും പിശാചിന് ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാൻ പറ്റത്തില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവത്തിന്റെ കരത്തിനകത്താ. തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവത്തിന്റെ ദൃഷ്ടിയുടെ മുമ്പിലാ. അവനെതിരെ സംസാരിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ പെർമിഷൻ വേണം. പിശാച് പറയുന്നത് സത്യമാണ്, ഇവന്റെ മേൽ മുഷിഞ്ഞ വസ്ത്രം കിടക്കുക. പിശാച് പറയുന്നത് സത്യമാണ്, അവന്റെ മേൽ ഹല്ലേലൂയ അകൃത്യം നിപ്പുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞു, അത് ഞാൻ നോക്കിക്കോളാം. ഇവനെ തിരഞ്ഞെടുത്ത ഒരുവനാണ് ഞാനാണ് ഇവനെ വിളിച്ച് തിരഞ്ഞെടുത്തത്. അവന്റെ മേൽ കിടക്കുന്ന അകൃത്യം ഞാൻ നോക്കിക്കോളാം. എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്നെനിക്കറിയത്തില്ല. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കണം. ഇന്ന് പകൽ ദൈവം ഇതിന്റെ അകത്ത് ചിലത് ചെയ്യാൻ പോകുന്നു. ഇന്ന് പകൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്നു. ഇന്ന് പകൽ ദൈവ സഭയ്ക്കകത്ത് ഇത് സംഭവിക്കാൻ പോകുന്നു. നിന്നെ തിരഞ്ഞെടുത്ത ദൈവം നിന്നിൽ ചിലത് ചെയ്തെടുക്കാൻ പോകുക. സഭയെ തിരഞ്ഞെടുത്ത ദൈവം ഇന്ന് പകൽ ചിലത് ചെയ്തെടുക്കാൻ പോകുക. സ്തോത്രം. കുറച്ചുകൂടെ ഇതിനകത്ത് അന്തരീക്ഷം മാറണം, കുറച്ചുകൂടെ മാറണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന ഗൗരവമുള്ള വിഷയമാണ്, എപ്പോഴും സംഭവിക്കാത്തത്. ദൈവത്തിന്റെ അസാധാരണ പ്രവൃത്തിയുടെ സമയത്ത് ദൈവം സംഭവിക്കുന്ന വിഷയമാണ്, ചെയ്യുന്ന വിഷയമാണ് ഈ പറയുന്നത്. കർത്താവ് ഇത് ചെയ്യുന്നത് നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടേ. ആമേൻ. ഹല്ലേലൂയ. പിശാച് അപവാദം പറയാൻ നിൽക്കുമ്പോൾ ആ പിശാചിനെ ഭത്സിക്കുക. ആമേൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നത് ഇതാ, എന്നെ കുറിച്ച് അപവാദം പറയാൻ സാത്താനുണ്ടെങ്കിൽ ദൈവം പറയുന്നത്, അവനെ തിരഞ്ഞെടുത്ത ഞാൻ നിന്നെ ഭത്സിക്കുക. എന്നിട്ട് ദൈവം അവിടെ പറയുക, ആമേൻ. സ്തോത്രം. വിളിച്ചു പറയുക, അവന്റെ കയ്യിൽ അവൻ അണിഞ്ഞിരിക്കുന്ന മുഷിഞ്ഞ വസ്ത്രത്തെ എടുത്തുകള. അവന്റെ പ്രവാസ ജീവിതം അവനെ മുഷിഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന്. അത് വിശദീകരിക്കാൻ സമയമില്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞു, അതിനെ എന്ത് ചെയ്യണം? എടുക്കണം. ഇതൊന്ന് ആത്മാവിൽ കാണണം. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചൊരിടമാണ് ഇത്. ഈ വിഷയം ഞാൻ ചിന്തിക്കുമ്പോൾ, സ്തോത്രം, അവനെ നോക്കിയിട്ട് പറയാം, അവന്റെ മേൽ കിടക്കുന്ന മുഷിഞ്ഞ വസ്ത്രം എടുത്തുകള. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും കരയാനും പറ്റണം. ഇതെന്താ ദൈവം ചെയ്യുന്നത്? യോശുവയോട് ചോദിച്ചു, യോശുവേ, നീ എന്നാ നല്ല പ്രവൃത്തി ചെയ്തിട്ടാണ് ഈ ദൈവം ഇത് ചെയ്യുന്നത്? യോശുവ പറഞ്ഞു, എന്നെ എനിക്കറിയത്തില്ല എന്താ ദൈവം എങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഒറ്റ കാര്യം എനിക്കറിയാം, അവനെന്നെ തിരഞ്ഞെടുത്തതാ. അവനെന്നെ തിരഞ്ഞെടുത്തതാ. യോശുവോട് ചോദിച്ചു, എന്തെങ്കിലും വേറെ കാര്യങ്ങൾ നീ ചെയ്തിട്ടാണോ ദൈവം ഇത് ചെയ്യുന്നത്? ഇല്ല, ദൈവം എന്നെ തിരഞ്ഞെടുത്തെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന്? സഭയ്ക്ക് ഉറപ്പുണ്ടോ സഭയെ ദൈവം തിരഞ്ഞെടുത്തു എന്ന്? നിന്നെ തിരഞ്ഞെടുത്തെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് പറയുന്നത്, ആമേൻ, നിന്റെ മേൽ കിടക്കുന്ന മുഷിഞ്ഞ വസ്ത്രത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റാൻ പോകുക. ദൈവം അതിനെ എടുത്തു മാറ്റാൻ പോകുക. ദൈവം അതിനെ നിന്നിൽ നിന്ന് മാറ്റാൻ പോകുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. അല്പകൂടെ ഗൗരവത്തിലേക്ക് നമ്മൾ ഇന്ന് പകൽ പോകും. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ പറ്റണം. മനസ്സും ശരീരവും സ്വതന്ത്രമാകുന്നത് തിരിച്ചറിയാൻ പറ്റണം. ആത്മാവിൽ ആമേൻ സ്വാതന്ത്ര്യം തിരിച്ചറിയാൻ പറ്റണം. സ്തോത്രം. മനസ്സിലാക്കി കരമടിച്ചാൽ മതി. ഞാൻ ഈ ഹല്ലേലൂയ ഈ വിഷയം ഇടപെട്ടപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച ഒരു വിഷയമാണ്, ദൈവമേ, ഞങ്ങളുടെ ദേശത്തിൽ ഈ ഒരു പ്രവൃത്തി നീ അയക്കണം. ഞങ്ങളുടെ ദേശത്തിൽ ഈ പ്രവൃത്തി അയക്കണം എന്ന് പറഞ്ഞാൽ ദേശത്തിന്റെ മേൽ കിടക്കുന്ന അകൃത്യഭാരത്തെ ദൈവമേ ഒന്ന് എടുക്കണേ. ഇങ്ങനെ കരുണ കാണിച്ചാൽ ദേശത്തോട് കരുണ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ആ കരുണ നമ്മുടെ ദേശത്തിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? അങ്ങനെയെങ്കിൽ ദൈവം അത് ചെയ്താൽ നിങ്ങളൊന്ന് ചിന്തിച്ച്, ഏതൊക്കെ അകൃത്യ നിമിത്തം കിടക്കുന്ന ശാപങ്ങളും തിന്മകളും പോകത്തില്ലേ? രണ്ടാമത്തെ ചിന്ത, കുടുംബങ്ങളുടെ മേൽ നിന്ന് ഇങ്ങനെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളൊന്ന് ഗ്രഹിച്ചേ. അവസാനം ഞാൻ പറയട്ടെ, സ്തോത്രം, ആമേൻ. നിന്നിൽ ദൈവം ഇത് ചെയ്താൽ, എൻ്റെ വിശ്വാസവും എൻ്റെ ഹൃദയത്തിൽ ദൈവം എന്ന ചിന്തയും ഞാൻ പറയാം, ഇന്ന് പകൽക്കാലം ചിലരിൽ നിന്ന് ഈ മുഷിഞ്ഞ വസ്ത്രത്തെ ദൈവം എടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, അത് തമ്പുരാൻ എടുക്കുമ്പം തന്നെ നിന്റെ മേൽ കിടക്കുന്ന ശാപങ്ങൾ അതിനോടൊപ്പം ദൈവം പറിച്ചു കളയും. നിന്റെ മേൽ കിടക്കുന്ന പാപത്തെ അതിനോടൊപ്പം ദൈവം പറിച്ചു കളയും. നിന്റെ മേൽ കിടക്കുന്ന തിന്മയുടെ ശക്തികൾ അതോടൊപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. ഒരു കാര്യം ഉറപ്പാണ്, ചിലർക്ക് വേണ്ടി ദൈവം ഇന്ന് പകൽക്കാലം ശത്രുവിനെ ഫൽസിച്ച് ചിലതിന്റെ ഹല്ലേലൂയ മുഷിഞ്ഞ വസ്ത്രത്തെ തമ്പുരാൻ എടുത്ത് കളയുന്ന
ആമേൻ ഹല്ലേലൂയ വിടുതലിന്റെ പകലായി, ജയത്തിന്റെയും സന്തോഷത്തിന്റെയും പകലെന്ന് പറയുമ്പോൾ യേശുവേ എന്ന് വിളിച്ച് മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ദേശത്തിന് വേണ്ടി കരയുന്ന എത്ര പേരുണ്ട്? ദൈവം അത് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ചിലർ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, കരയാനും നിലവിളിക്കാനും തയ്യാറാകുക. എന്റെ കുഞ്ഞിന്റെ മേൽ നിന്ന് ആ വസ്ത്രത്തെ എടുക്കണമേ, എന്നിൽ നിന്ന് എടുക്കണമേ, എന്റെ കുടുംബത്തിൽ നിന്ന് എടുക്കണമേ, എന്റെ ദേശത്തിൽ നിന്ന് ആ മുഷിഞ്ഞ വസ്ത്രത്തെ മാറ്റി നിന്റെ കരുണയാൽ ഒരു വിടുതലയക്കണമേ എന്ന് നിലവിളി ഉയരട്ടെ, നിലവിളി ഉയരട്ടെ, പ്രാർത്ഥനകൾ ഉയരട്ടെ, നിലവിളിയും പ്രാർത്ഥനയും ഒരുമിച്ച് ഉയരട്ടെ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെടുമ്പോൾ ആ വചനപ്രകാരം എന്തൊക്കെ പ്രാർത്ഥിക്കണം, നമ്മളത് പെട്ടെന്ന് നമ്മൾ ദൈവസന്നിധിയിൽ റിയാക്ട് ചെയ്യണം. ആമേൻ. ചിലതിനെ പിടിച്ചു വെച്ചിട്ട് വസ്ത്രം എടുക്കാൻ പറയരുത്, വസ്ത്രം വിട്ടുകൊടുക്കാതെ വസ്ത്രം എടുക്കാൻ പറയരുത്. പറഞ്ഞു പോകാതെ നിൽക്കുന്ന, മുറുകെ പറ്റുന്നത് പോലും ഇതിനോടൊപ്പം പിഴുതു പോകും നീ ഏൽപ്പിച്ചു കൊടുത്താൽ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ. ഒരിക്കലും ഹല്ലേലൂയ തല ഉയരരുതെന്ന് പറഞ്ഞ് ആമേൻ പിശാച് ഇന്നും വെല്ലുവിളിക്കുന്ന അകൃത്യം, ശാപം, തിന്മയായി കിടക്കുന്നത്, ആമേൻ സ്തോത്രം, അത് തലമുറകൾ കിടന്ന് നമ്മുടെ മേൽ ഹല്ലേലൂയ മൂടിക്കിടക്കുന്നെങ്കിൽ ആമേൻ ഇവിടെ എന്താ പിശാച് സന്തോഷിച്ചത്? എന്താ പിശാചിന്റെ പിടിവള്ളി? യോശുവ ഇട്ടിരിക്കുന്ന മുഷിഞ്ഞ വസ്ത്രമാ. എന്താ പിശാച് തന്റെ ഇടത്തോടെ നിന്നത്? ആമേൻ ദൈര്യത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ പിശാചിനെ സഹായിച്ച ഘടകം ആമേൻ യോശുവ ഇട്ട അകൃത്യത്തിന്റെ വസ്ത്രമാ. ഇന്ന് പകൽക്കാലം നീ ചിന്തിക്ക്, നീ തിരിച്ചറിയ്, ആ മുഷിഞ്ഞ വസ്ത്രത്തെ എടുത്താൽ പിശാചിന് പിന്നെ പറയാനൊന്നുമില്ല, പിന്നെ പറയാനൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ പകൽ ദൈവസഭയോട് പറയട്ടെ, എന്റെ മേൽ നിന്ന്, നിങ്ങളുടെ മേൽ നിന്ന് ആ മുഷിഞ്ഞ വസ്ത്രം എടുത്താൽ ആമേൻ പിശാചിന്റെ അവകാശങ്ങൾ പൊളിയും, പിശാചിന്റെ അവകാശങ്ങൾ പൊളിയും, പിശാചിന്റെ അവകാശവാദങ്ങൾ പൊളിയും, പിശാചിന്റെ അപവാദങ്ങൾ പൊളിയും. നീ പറ, കർത്താവേ കർത്താവേ അത് ചെയ്യുന്ന പറ. ഇതിനകത്ത് ഭയങ്കര ഡെലിവറൻസ് ഇന്ന് പകൽ നടക്കും. വ്യക്തികളിൽ നടക്കും, ശരീരങ്ങളിൽ നടക്കും, കുടുംബങ്ങളിൽ നടക്കും. അഭിഷേകം ഇതിന്റെ അകത്ത് നടക്കും. പുതിയത് ചിലരുടെ മേൽ പകരും. ആമേൻ. വിശ്വസിക്കാൻ കരുത്തുള്ളവർ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നീ ആള് മാറിയതുപോലെ ആകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപവാദിയായ പിശാച് അപവാദം പറയുന്ന അവന്റെ സകല ആമേൻ വർത്തമാനവും നിർത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കണം. ഉണരേണ്ട സമയമാണ്, ഉണരേണ്ട സമയമാണ്, ഏൽപ്പിക്കേണ്ട സമയമാണ്. സ്തോത്രം. ദൈവത്തിന്റെ കരുണയെ നിഷേധിക്കുന്നവരാകരുത്, ദൈവത്തിന്റെ കരുണയെ അടയ്ക്കുന്നവരാകരുത്. കണ്ണുനീരോടെ കരയാൻ പറ്റണം, ശക്തിയോടെ പ്രതികരിക്കാൻ പറ്റണം. സ്തോത്രം. ആ പിശാചിനോട് ധൈര്യത്തോടെ എതിർക്കാൻ പറ്റണം. ഞാൻ വീണ്ടും നിന്നെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ആമേൻ അതിൻ്റെ അകത്തോട്ടൊന്ന് കയറണം. ഈ ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ തിരഞ്ഞെടുപ്പിനകത്തുള്ളതാ. അതാരാ പറഞ്ഞ? ദൈവം പറഞ്ഞു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണെങ്കിൽ ഇന്ന് പകൽക്കാലം സകല മുഷിഞ്ഞ വസ്ത്രത്തെ ആര് മാറ്റും? ദൈവം പറയാ, മാറ്റ്. സ്തോത്രം. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. സ്തോത്രം. പിശാചായവൻ ഈ അവകാശങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കാരണമായത് മുഷിഞ്ഞ വസ്ത്രം. തമ്പുരാനത് എടുത്തിട്ട് വെറുതെ വിടുകയല്ല, ഒരു ഉത്സവ വസ്ത്രം അണിയിക്കാൻ പറയുക. അതെടുത്തേച്ച് ഒരു ഉത്സവ വസ്ത്രം അണിയിക്കാൻ പറയുക. അങ്ങനെയെങ്കിൽ പാപം നീങ്ങിയെടുത്ത് എന്തോ പകരും കേട്ടോ. സ്തോത്രം. ആ മുഷിഞ്ഞത് നിന്നിൽ നിന്നെടുത്താൽ എന്തോ ദൈവം നിന്നിൽ ആഡ് ചെയ്യും. ഇന്ന് പകൽക്കാലം നിന്റെ അകത്ത് ചിലത് പകരും, നിന്റെ പുറത്ത് ചിലത് പകരും. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു എനിക്കറിയത്തില്ല. ഞാൻ അവിടെയാ എൻ്റെ ഒരു വെപ്രാളവും എൻ്റെ ഒരു സങ്കടവും. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച്, ഒരുപാട് ഹല്ലേലൂയ ആഗ്രഹിച്ച ഇന്ന് പകൽ ഈ ശുശ്രൂഷ നിങ്ങളുടെ മധ്യത്തിൽ ചെയ്യുന്നത് എൻ്റെ ഹല്ലേലൂയ മകളിൽ നിന്ന് ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ ആ അകൃത്യത്തിന്റെ വസ്ത്രം, ആ മുഷിഞ്ഞ വസ്ത്രം നീക്കിയാൽ ചമ്പുരാൻ പറയുന്നു, നീങ്ങിയ ഇടച്ച് പുതിയത് ചിലത് പകരും. സ്തോത്രം. ആമേൻ. മുഷിഞ്ഞത് നീക്കിയിട്ട്
ഒരു ഉത്സവ വസ്ത്രത്തെ ദൈവം പകര്. ഇന്ന് പകൽ ആരാ അത് സ്വീകരിക്കുന്നത്? ഇന്ന് പകൽ ആർക്കാണ് അത് ഏറ്റെടുക്കാൻ ഹല്ലേലൂയ മനസ്സുള്ളത്? ആരാണ് ഇന്ന് പകൽ അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്? വിശ്വസിക്കുന്നവർ കരുത്തോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. വിശ്വസിക്കുന്നവർ കരുത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കൃപയുടെ നദി ഇതിനകത്തൊഴുകുമ്പോൾ അതിനകത്ത് മുങ്ങുവാൻ, ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അകത്തേക്ക്, കരുണയ്ക്കകത്തേക്ക് കയറുവാൻ, പ്രാപിക്കേണ്ടത് മുഴുവൻ പ്രാപിക്കാൻ യേശുവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കണം മക്കളെ. മുൻവിധി കൂടാതെ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒന്നിനും ആർക്കും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ഇടവരരുത്. സംശയ വിചാരങ്ങളെ വിട്ട് കർത്താവിന്റെ ഹൃദയങ്ങളെ ഉറപ്പിച്ച് വീണ്ടും എഴുന്നേക്കാൻ തയ്യാറാകണം. സ്തോത്രം. അവിടെ ദൈവം പറയുക, അവനോട് ഈ പ്രവൃത്തിയായിട്ട് ദൈവം പറയുക അവന്റെ അകൃത്യം നീങ്ങിയെന്ന്. യോശുവായിട്ട് പറയാം അവന്റെ അകൃത്യം നീങ്ങി. അർത്ഥം അവന്റെ മേൽ അകൃത്യം കിടപ്പുണ്ട്. ഇന്ന് പകൽക്കാലം സ്തോത്രം, നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങൾക്ക് മനസ്സുണ്ടോ? ആമേൻ. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ. നിങ്ങൾ വളരെ പ്രാർത്ഥിക്കണം. ഒരു ആഗ്രഹിക്കുന്നവർ പറയണം, കർത്താവേ എൻ്റെ മേൽ ഞാനത് വാഗ്ദത്തമായിട്ട് എടുക്കുക. എൻ്റെ അകൃത്യം നീങ്ങിയാൽ പോരാ, എന്നിൽ ചിലത് പകർന്നു തരണം. ഒരു ഉത്സവ വസ്ത്രം എൻ്റെ മേൽ ഇടണം. ആമേൻ. സ്തോത്രം. ഒരു ഉത്സവ വസ്ത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വാഞ്ചയാണത്. ഇന്നലെ വരെ കണ്ണുരുട്ടിക്കൊണ്ട് ആമേൻ അപവാദം മാത്രം പറഞ്ഞ എൻ്റെ മുഷിഞ്ഞ വസ്ത്രം, ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് ചിന്തിച്ച ഒരു വിഷയമാണ്. ഈ മുഷിഞ്ഞ വസ്ത്രം എൻ്റെ മേൽ കിടക്കുന്നത് ഞാൻ പോലും അറിയാതെ വന്നതായിരിക്കാം. അകൃത്യങ്ങൾ പലര് ചെയ്തതാകാം, പല വിഷയങ്ങളുണ്ടാകാം. ദൂത് മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. സ്തോത്രം. അത് വെച്ച് പിശാച് അവകാശങ്ങൾ പറയുക, തകർച്ചുകൊണ്ടിരിക്കുക, നന്മകളുടെ വാതിൽ അടയുകയാ. ആമേൻ. സ്തോത്രം. ആശിച്ച വണ്ണം കുതിക്കാൻ പറ്റാതിരിക്കുക, പ്രാപിക്കാൻ പറ്റാതിരിക്കുക, ചിലത് വിചാരിച്ചതുപോലെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം മുകളിൽ മറ്റൊന്ന് കിടപ്പുണ്ട്. സർവശക്തൻ പറയുക, അതിനെ എടുത്തു മാറ്റ്, പുതിയത് അവന്റെ മേലിട്. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ആമേൻ, ഇന്ന് പകൽ നിന്നിൽ നിന്ന് ചിലത് മാറുമ്പോൾ പുതിയത് ഇടാൻ, ആമേൻ, സ്തോത്രം, ദൈവം കൽപ്പന പുറപ്പെടുവിക്കും. നീ അത് സ്വീകരിക്കാൻ ഒരുങ്ങ്. അഭിഷേകത്തിന്റെ പുതിയൊരു അനുഭവം, കൃപകളും വരങ്ങളും, ആമേൻ, പുതിയ നിലകളിൽ സ്വീകരിപ്പാൻ നിന്റെ അകത്ത് ഹല്ലേലൂയ വിശുദ്ധിയുടെ ആത്മാവ് നിറഞ്ഞ് കവിയുന്ന അനുഭവം, ദർശനങ്ങളും വെളിപ്പാടുകളും നിനക്ക് ലഭിക്കുന്ന അവസ്ഥ, ഇതുവരെ പ്രാപിക്കാത്ത ഒരു ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു അനുഭവം ഒക്കെ ഇന്ന് പകൽ ദൈവത്തോട് പറ. വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ആ പരിവർത്തനം ചിലതിന്റെ മേൽ പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. പിശാചല്ല കർത്തൃത്വം. ഈ നിമിഷം നിന്റെ മേൽ കർത്തൃത്വം ദൈവമാണ്. പാപമല്ല നിന്റെ മേൽ കർത്തൃത്വം. ആമേൻ. ദൈവമാണ് കർത്തൃത്വം നടക്കുന്നത്. നിലവിളിച്ചു പറ, എന്നെ കഴുകണമേ. അവന്റെ രക്തത്തിന്റെ ശക്തി ആഴത്തിൽ ഇന്ന് പകൽ ചലിക്കുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ശക്തി ഇതിന്റെ അകത്ത് ആഴത്തിൽ ചലിക്കുകയാണ്. ഇപ്പോൾ തന്നെ അത് ശരീരങ്ങളിൽ വ്യാപരിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ തന്നെ അത് വ്യക്തികളിൽ വ്യാപരിക്കാൻ തുടങ്ങുന്നു. സ്വീകരിപ്പാൻ മനസ്സുള്ളവർ ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നവർ കരമുയർത്തി സ്തുതിച്ചേ. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴൊന്നും അത് കിട്ടത്തില്ല. ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. കണ്ണുനീരോടെ ഞരങ്ങുന്നവരുണ്ട്. രക്ഷപ്പെടാൻ പറ്റാതെ ആകുലപ്പെടുന്നവരുണ്ട്. വല്ലാതെ കണ്ട് പിശാച്, ആമേൻ, ഹല്ലേലൂയ, അവകാശങ്ങൾ പറയുന്നവരുണ്ട്, അപവാദങ്ങൾ പറയുന്നവരുണ്ട്. പലർക്കും അത് അറിയത്തില്ല. എന്താ മുമ്പോട്ട് പോകാൻ പറ്റാത്തേ, എന്താ പ്രശ്നം അറിയത്തില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം, ഇതൊരു വെളിപ്പാടായിട്ട് എടുത്ത് നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകട്ടെ. കുറ്റങ്ങളെ ദൈവത്തോട് വിളിച്ചു പറയുമ്പോൾ, ആമേൻ, സ്തോത്രം, ഇന്ന് പകൽ, ആമേൻ, പിശാച് എതിർത്ത് നിൽക്കുന്ന, നിന്നെ മുമ്പോട്ട് വിടാതെയും നിനക്ക് നന്മ തരാതെയും നിന്റെ മേൽ ചുമത്തുന്ന കുറ്റങ്ങൾ അതവിടെ കിടക്കത്തില്ല. തമ്പുരാൻ എടുത്തു മാറ്റും. ആമേൻ. ഉത്സവ വസ്ത്രം നിന്നെ തമ്പുരാൻ അണിയിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ ആധാരത്തിൽ നിന്ന് പുതിയ പാട്ടൊഴുകണം. നിങ്ങളുടെ വായിൽ നിന്ന് പുതിയ പാട്ട് വരണം. നിങ്ങൾ പുതിയത് സംസാരിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ ആത്മീക ജീവിതം പണിയപ്പെടുന്നത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അങ്ങനെ തിരിച്ചറിയുന്ന മാറ്റം ആർക്ക് വരുത്താൻ പറ്റും? ദൈവത്തിന് ചെയ്യാൻ പറ്റും. ഇന്ന് പകൽ പിശാച് എന്നാ പറഞ്ഞാലും ദൈവം പറയും, ദൈവം ഭത്സിക്കുക സാത്താനെ.
ആമേൻ. നിന്റെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ ഇന്ന് പകൽക്കാലം ഉണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവം അവനോട് പറയുക, ആമേൻ, സ്തോത്രം, നിന്റെ അകൃത്യം നീങ്ങി. ദൈവം അകൃത്യം നീങ്ങി എന്ന് ഒരുത്തനോട് പറഞ്ഞാൽ പിന്നെ അകൃത്യം ഉണ്ടെന്ന് നീ പറഞ്ഞാലും പിശാച് പറഞ്ഞാൽ അത് നടപ്പില്ല. സ്തോത്രം. ഒരു പുതുക്കത്തോടൊന്ന് എഴുന്നേക്കാൻ ഇന്ന് പറ്റുമോ? ഒരു ആത്മബലത്തോടെ എഴുന്നേക്കാൻ പറ്റുമോ? എല്ലാ പാപങ്ങളും കണ്ണുനീരോടെ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്തേച്ച് കാർമുകിലിനെ പോലെ നമ്മുടെ ലംഘനത്തെ, മേഘത്തെ പോലെ നമ്മുടെ പാപത്തെ മായ്ച്ചു കളയാൻ പറ്റുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇട്ട വസ്ത്രം, ഉത്സവ വസ്ത്രം മലിനപ്പെടാതെ സൂക്ഷിക്കുമെന്ന തീരുമാനത്തോടെ ആ ദൈവം കൃപയാൽ കരുണ തോന്നി അണിയിക്കുന്ന ആ ഉത്സവ വസ്ത്രത്തിന് കളങ്കം വരാതെ അധികാരത്തോടെ പിശാചിനെതിരെ ദൈവം തന്ന ദൈവിക ശുശ്രൂഷകൾ ചെയ്ത് പ്രാർത്ഥിച്ചു മുന്നേറാൻ നിനക്ക് തീരുമാനമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ നിന്ന് നീ വന്നിരുന്നത് പോലെ എഴുന്നേറ്റ് പോകത്തില്ല. പുതുക്കത്തോടെ അല്ലാതെ നീ പോകത്തില്ല. അപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്ത് തുടങ്ങുന്ന സമയമാണ്. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? അവർ മാത്രം ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റം നടക്കും. ചിലത് കർത്താവ് കൈമാറും, ചിലത് കർത്താവ് കൈമാറും. ദൈവം കൈമാറിയാൽ എന്ത് എന്ന് നമുക്കറിയാം. അത് ഹല്ലേലൂയ ലോകം ചെയ്യുന്നതല്ല. ഇതിനകത്ത് ഞാനൊരു ചിന്ത കൂടെ പറയാം. പലപ്പോഴും ഹല്ലേലൂയ നമ്മളെ കൈക്കൊള്ളാൻ ആരുമില്ല. ഇതൊരു വലിയ പ്രശ്നം. നമ്മളെ കൈക്കൊള്ളാൻ ആരുമില്ല, നല്ലത് പറയാൻ ആരുമില്ല. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ നമുക്ക് ആനന്ദിക്കാൻ വകയുള്ളത് അവിടെയാ. ആമേൻ. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് കണ്ടിട്ടാ തിരഞ്ഞെടുക്കുന്നേ അറിയത്തില്ല. ദൈവം നമ്മെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു, എന്തുകൊണ്ട് നമ്മുടെ മേൽ കൃപ പകരുന്നു എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. വിശദീകരണം എൻ്റെ കയ്യിലില്ല. അതിന് വിശദീകരണം എൻ്റെ കയ്യിലില്ല, വാസ്തവമായിട്ടില്ല. പലർക്ക് വലിയ വിശദീകരണം കാണുമായിരിക്കാം. അങ്ങനെ ആയത് ഇങ്ങനെ ആയ കഥകളൊക്കെ പറയാൻ പറ്റും. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ കൃപയാ. ആമേൻ. സ്തോത്രം. ഒരു ഹല്ലേലൂയ ചിന്തയിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരുപക്ഷെ ഹല്ലേലൂയ അപ്പൻ ഈ കണക്ക് നമുക്ക് നമ്മളെ ജന്മം തന്ന അപ്പൻ ഈ കണക്കിന് ചിലപ്പോൾ നമ്മോട് ഇടപെട്ടെന്ന് വരത്തില്ല. അമ്മ ഇടപെട്ടെന്ന് അറിയത്തില്ല. കാരണം അവർക്ക് നമ്മെ അറിയത്തില്ല. നമ്മെ അറിയേണ്ടതുപോലെ അവർക്ക് അറിയാത്തത് കൊണ്ടാ അവർക്ക് നമ്മോട് അങ്ങനെ പറയാൻ പറ്റാത്ത. സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പക്ഷെ നമ്മെ അറിയുന്ന കർത്താവാ നമ്മോട് ഇടപെടുന്നേ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. എന്തിനാ എന്നെ നീ തിരഞ്ഞെടുത്ത്? എങ്ങനെ എന്നെ തിരഞ്ഞെടുക്കും? അതൊരു വലിയ ചോദ്യമായിരുന്നു. ഈ ദൂത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ 1000 വട്ടം ചോദിക്കും, എന്തുകൊണ്ട്, എങ്ങനെ, എന്തുകൊണ്ട്, എങ്ങനെ. ദൈവകൃപയാൽ ദൈവം എനിക്ക് ബോധ്യം തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ഇരുന്ന് ചിന്തിക്കും, എന്തുകൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു? ഉത്തരമില്ലാതെ നിങ്ങൾ പറ. നിങ്ങൾക്ക് ആർക്കൊരു ഉത്തരം പറയാൻ പറ്റുമോ? ഇന്നത് കൊണ്ട് എന്നെ ദൈവം തിരഞ്ഞെടുത്തു. ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? എന്നെ ദൈവം തിരഞ്ഞെടുത്ത് ഇത്ര വരെ കൊണ്ടുവന്നത് ഇന്നത് കൊണ്ടെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടേ? കൈ ഉയർത്തിയേ. സ്തോത്രം. അവിടെയാ നമ്മൾ ഹല്ലേലൂയ ദൈവം നമ്മോട് ഇടപെടുമ്പോൾ നമുക്ക് ഈ ദൈവത്തെ ഹല്ലേലൂയ മനസ്സിലാക്കാൻ, ദൈവം നമ്മോട് ഇടപെടുന്നത് പൂർണ്ണ അളവിൽ സ്വീകരിപ്പാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഹല്ലേലൂയ ഒരുപക്ഷെ മനുഷ്യൻ മനസ്സിലാക്കിയതുപോലെ അല്ല ദൈവം എന്നെ മനസ്സിലാക്കിയേ. മനുഷ്യൻ മനസ്സിലാക്കിയതുപോലെ ദൈവം എന്നെ മനസ്സിലാക്കിയെങ്കിൽ എനിക്ക് പറ്റത്തില്ല. ഒരിക്കലും എനിക്ക് ഹല്ലേലൂയ ദൈവസന്നിധി നിൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ആമേൻ മുമ്പിലേക്ക് വരാം. ഇന്ന് പകൽക്കാലം ഈ കർത്താവ് നമ്മോട് ഈ ദൈവത്തിന്റെ ആലോചന കൈമാറുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയുമാണ്, ഒരൊറ്റ വ്യക്തി പോലും ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കരുത്. എല്ലാവരും ദൈവത്തോട് ചേർന്ന് നിൽക്കണം. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരം പതിയണം. നമ്മളതിന് പ്രാർത്ഥിക്കാൻ, മനസ്സോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 26 മുതൽ 29 വരെ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഹല്ലേലൂയ ഉത്തരം കാണും. സ്തോത്രം. ലോകത്തിന് ആമേൻ സ്തോത്രം ഒരിക്കലും നമ്മെ വേണ്ട. ആമേൻ സ്തോത്രം. മനുഷ്യർക്ക് പലപ്പോഴും നമ്മെ വേണ്ട. നമ്മിൽ നോക്കുമ്പോൾ അവരിൽ ആമേൻ അവർക്ക് ഉപയോഗപ്പെടുന്ന ഒന്നും നമ്മിൽ കാണത്തില്ല. അതുകൊണ്ട് അവർ ഹല്ലേലൂയ നമ്മെ ഒന്നും ഏൽപ്പിക്കത്തില്ല, തിരഞ്ഞെടുക്കത്തില്ല. പക്ഷെ ദൈവത്തെ നോക്കിയേ, 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 26 മുതൽ 29 വരെ ശബ്ദം ഉയർത്തി വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനു തന്നെ. നിങ്ങളെ വാക്യം ഒന്ന് ആവർത്തിച്ച് വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയേ. നമുക്കൊരു അത്ഭുതം അതിനകത്ത് തോന്നും. കർത്താവിൻ്റെ ദൃഷ്ടിയാ കർത്താവ് കാണുന്ന പറയുന്നത്. കർത്താവ് പറയുന്നത് ലോകപ്രകാരം ജ്ഞാനികളേറെ ഇല്ല. പക്ഷെ ലോകം പറയുന്ന ഒരുപാട് ജ്ഞാനികൾ ഇവിടെ ഉണ്ടെന്നാ. നിങ്ങളതിനെ മനസ്സിലാക്കണം. മാനുഷിക ജ്ഞാനമല്ല ഞാൻ പറയുന്നത്. കർത്താവ് പറയുന്നത് ജ്ഞാനികളേറെ
ഇല്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഞാൻ എന്ന് പറയുമ്പോൾ പിന്നെ കാണുന്നതാ അഭിനയിക്കുന്ന ജ്ഞാനിമാരുണ്ട്. ദൈവസഭയ്ക്കകത്ത് ഒരിക്കലും ജ്ഞാനികൾ ഉണ്ടാകരുത്. നിങ്ങൾ ജ്ഞാനിയാകേണ്ടത് എന്ത് ചെയ്യണം? ഭോഷന്മാരാകണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാൻ കർത്താവിന് ഇഷ്ടമില്ല, ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ പറഞ്ഞു നോക്കിയേ, ഹല്ലേലൂയ, ആമേൻ, ജ്ഞാനികൾ ഏറെയില്ല, സ്തോത്രം. ആമേൻ, കുലീനന്മാരേറെയില്ല, ആമേൻ, സ്തോത്രം. നമുക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ്, സ്തോത്രം, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടിട്ട് അത് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണ്. എൻ്റെ അപ്പനും അമ്മയും ഒരിക്കലും എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ ഞാൻ വചനം ശുശ്രൂഷിക്കുമെന്ന് അവരറിഞ്ഞിരുന്നെങ്കിൽ അവർ വലിയ കാര്യങ്ങൾ ചെയ്തേനെ, സ്തോത്രം, ഒത്തിരി കാര്യങ്ങൾ ചെയ്തേനെ. എന്നെക്കുറിച്ച് അങ്ങനെ സങ്കല്പിക്കാൻ എൻ്റെ വീട്ടുകാർക്ക് പറ്റത്തില്ല, എൻ്റെ നാട്ടുകാർക്ക് പറ്റത്തില്ല. അതായിരുന്നു ഞാൻ. പക്ഷെ എന്നെക്കുറിച്ച് അറിയാന്നുള്ള ഒരുത്തനുണ്ടായിരുന്നു, യഥാർത്ഥമായിട്ട് അറിയാന്നുള്ള. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം, ആ ദൈവത്തിന് എന്നെ അറിയാം, സ്തോത്രം. എൻ്റെ കുടുംബക്കാർക്ക് എന്നെ അറിയത്തില്ല, ആമേൻ, സ്തോത്രം. ഇവിടെ ആമേൻ, ദൈവം തിരഞ്ഞെടുത്തതിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കുലഹീനമായത്, നികൃഷ്ടമായത്, ഏതുമില്ലാത്തത്, സ്തോത്രം. ഇങ്ങനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞ് വലിയ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ട് ദൈവസന്നിധി പോണേ തിരഞ്ഞെടുക്കാൻ, സ്തോത്രം. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ, ആമേൻ. നിങ്ങൾക്ക് അതിനോട് താല്പര്യം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിനകത്ത് താല്പര്യം വന്നാലേ ഇത് വരുള്ളൂ, ആമേൻ, സ്തോത്രം. അല്ലാതുള്ള ചിന്തകളിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ സന്തോഷം വരാനാ ഇത്, ആമേൻ. നികൃഷ്ടമായത്, കുലഹീനമായത്, ഏതുമില്ലാത്തത് ആര് തിരഞ്ഞെടുത്തു? ദൈവം തിരഞ്ഞെടുത്തു. ലോകത്തിൽ ആരെങ്കിലും ഇത് തിരഞ്ഞെടുക്കൂ? അതുകൊണ്ട് നമ്മളെ മനുഷ്യൻ തിരഞ്ഞെടുക്കാതെ പോയേ. പലർക്കും നമ്മൾ നികൃഷ്ട ജീവികളാണ്. കുലം നല്ലതെങ്കിലേ നിങ്ങൾക്കത് അനുഭവമില്ല. എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ല കുലമുണ്ടെങ്കിൽ ആമേൻ കാര്യങ്ങൾ നടക്കച്ചുള്ളൂ, അവസരങ്ങൾ ഉണ്ടാകച്ചുള്ളൂ, മാനിക്കപ്പെടും. എന്നെ അവഗണിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ ഹൃദയത്തിനകത്ത് അത് ഒരുപാട് വേദനയായിട്ട് കിടപ്പുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും മനുഷ്യന് വേദന വരുന്ന വിഷയം എന്നതാ? അവഗണിക്കുന്നതാ. അവഗണന ഭയങ്കര വേദന വരും. എന്തുകൊണ്ട് അവഗണിക്കുന്നേ? അവരോടൊപ്പം നിർത്താൻ പറ്റത്തില്ല. നമ്മളുടെ തല കാണരുതേ എന്ന് പറഞ്ഞ് ഒതുങ്ങുന്ന കണ്ടിട്ടുണ്ട്. അവരെ സ്റ്റാറ്റസിനനുസരിച്ച് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ അനുഭവം ഉള്ളവർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകും. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാതെ ഇരുന്ന അവസ്ഥകൾ ദൂരത്തുനിന്ന് നോക്കി കണ്ടിട്ടുണ്ട്, ആമേൻ. കാര്യം എന്നാണെന്നറിയാമോ? നമ്മൾ അവർക്ക് ഇടർച്ചയായി മാറും. കാരണം നികൃഷ്ടമാണ് നമ്മൾ, കുലഹീനമാണ് നമ്മൾ, ഏതുമില്ല നമ്മിൽ, സ്തോത്രം. ആവശ്യത്തിന് ആരോഗ്യമുണ്ടോ, സമ്പത്തുണ്ടോ, സൗന്ദര്യമുണ്ടോ, വിദ്യാഭ്യാസമുണ്ടോ, നല്ല കുടുംബത്തിൽ ജനിച്ചോ, നല്ല നിറമുണ്ടോ, ആമേൻ. അവസരങ്ങളിൽ ആൾക്കാർ പിടിച്ചു നിർത്തും. അങ്ങനെയുള്ളവരെ മതി. അങ്ങനെയുള്ളവരോട് കൂടാനാണ്, സന്തോഷിക്കാനാണ് ആൾക്കാരോട് ഇഷ്ടം. ഞാൻ നേരെ തിരിച്ച് കുഞ്ഞുങ്ങളോട് പറയും, നമ്മൾ അങ്ങനെ ആകരുത്, അങ്ങനെ ആകരുത്. നമ്മൾ ഏറ്റവും ബലഹീനപ്പെട്ടതിനോട് ചേർന്ന് സന്തോഷിക്കാൻ, നന്മ വരുമ്പോൾ ഏറ്റവും ബലഹീനപ്പെട്ടതിനോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ആളാ, സ്തോത്രം. ഒരുപാട് അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നേ, വല്ലാതെ അവഗണിക്കും, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഈ ദൈവത്തെ നോക്കിയേ, നികൃഷ്ടമായ എന്നെ തേടി ആ കർത്താവിൻ്റെ കണ്ണ് വന്നു. ഒരു പ്രശംസയും പറയാനില്ലാത്ത എന്നെ നോക്കി ദൈവത്തിൻ്റെ കണ്ണ് വന്നു. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നേ. ഒരു വിശ്വാസിയായി പോലും ഇരിക്കാതെ ഈ കർത്താവിൻ്റെ മഹത്വത്തെ ഉയർത്താൻ തിരഞ്ഞെടുത്തതാരാ? ദൈവം തിരഞ്ഞെടുത്തേ. എന്തുകൊണ്ടാണ് മനുഷ്യൻ എന്നെ തിരഞ്ഞെടുക്കാൻ പറ്റാത്തേ? എന്തുകൊണ്ടാണ് മനുഷ്യൻ ഒഴിവാക്കുന്ന? മനുഷ്യന്റെ ദൃഷ്ടിയിൽ എന്നിൽ ഒന്നുമില്ല, മനുഷ്യന്റെ ദൃഷ്ടിയിൽ എന്നിൽ ഒന്നുമില്ല, സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, ദൈവം എന്നെ കണ്ട നികൃഷ്ടനായ എന്നെ ദൈവം തിരഞ്ഞെടുത്തു. എന്നോട് കരുണ തോന്നി തിരഞ്ഞെടുത്തു. പൊന്നു കുഞ്ഞെ, കരുണ തോന്നി ദൈവം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ പറഞ്ഞത് അവിടെയാ പ്രസക്തമാകുന്നേ, സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഇടറിപ്പോകരുത്. നിങ്ങളെ ആർക്കും വേണ്ട എന്ന ചിന്ത അകത്ത് വരുന്നെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരു ദൈവമുണ്ട്. ദൈവത്തിന് നിങ്ങളെ വേണം. അവിടെയാ ദൈവത്തിൽ നിന്ന് ചിലത് പിടിച്ചെടുക്കാൻ പറ്റുന്നേ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നമുക്കൊരു അവസരം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നിങ്ങളും ഹല്ലേലൂയ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യണേ ദൈവസന്നിധിയിൽ. നമുക്ക് അങ്ങനെ ഹല്ലേലൂയ എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനസ്സ്, അവരോട് ചേരാൻ പറ്റിയാൽ, ഉള്ളവർക്ക് എല്ലാവരും ഉണ്ടെന്നേ, ഉള്ളവർക്ക് എല്ലാവരും ഉണ്ട്, സ്തോത്രം. ഇല്ലാത്തവരോടൊപ്പം ആരുമില്ല, അവരോടൊപ്പം സമയം ചിലവഴിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സൗന്ദര്യമുള്ളവരുടെ സമ്മേളനം? അവിടെ അവരെ കാണും, മറ്റവരെ അവഗണിക്കും. പൈസ ഉള്ളവരുടെ സമ്മേളനം അവർ കാണും. നിങ്ങൾ ഹല്ലേലൂയ പറ, നിങ്ങൾ പരമാർത്ഥ മനസ്സുകൊണ്ട് പറ, ചെയ്യത്തില്ല, അത് ഇടർച്ചയാ, സ്തോത്രം. പക്ഷെ നിങ്ങൾ തിരിച്ച് ചിന്തിച്ചു നോക്കിയേ, നമുക്കങ്ങനെ ആകാൻ പറ്റിയാൽ എന്ത് സന്തോഷം അല്ലേ? അങ്ങനെ ആകാൻ പറ്റിയ അനുഗ്രഹം. അങ്ങനെ ആകാൻ കഴിഞ്ഞാൽ
വളരെ സന്തോഷം. എൻ്റെ ദൈവം അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ തിരഞ്ഞെടുപ്പിൻ്റെ അകത്തിരുന്നത് നമ്മുടെ ആരുടെയും കുലമഹിമയൊന്നുമല്ല. നിങ്ങൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ല. സ്തോത്രം. എൻ്റെ കൊച്ചു മക്കളോട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ കൃപയാ. ദൈവത്തിൻ്റെ ഇന്ന് പകൽ ആര് തള്ളിയാലും ആർക്ക് വേണ്ടെന്ന് പറയാലും 10 പൈസയുടെ ഗുണം നിന്നെ കൊണ്ടില്ല എന്ന് തോന്നുമ്പോഴാണ് നിന്നെ ആരും കൈക്കൊള്ളാത്തത്. പക്ഷെ നീ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അപ്പൻ പറയുന്നത് സ്തോത്രം, നീ കുലഹീനമായാലും നികൃഷ്ടമായത് ഏതുമില്ലാത്തതാണെങ്കിലും നിന്റെ ഒപ്പം ഞാൻ ഉണ്ട്. ഞാൻ തൻ്റെ ഇടത്തോട് പറയും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഉള്ളതുകൊണ്ടല്ല, ചോദിച്ച ഒറ്റ കാര്യം പറയാം, കൃപ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറയാൻ പറ്റും? ശല്യം എന്നെ ലോകം കണ്ടപ്പോൾ മൂല്യം തന്ന സ്നേഹം നീ, ശൂന്യത്തിൽ നിന്നും മാന്യനായി തീർത്ത എത്ര നല്ല സ്നേഹം നീ. ശല്യം എന്നെ ലോകം കണ്ടപ്പോൾ മൂല്യം തന്ന സ്നേഹം നീ, ശൂന്യത്തിൽ നിന്നും മാന്യനായി തീർത്ത എത്ര നല്ല സ്നേഹം നീ. യേശുവേ നിൻ നിത്യ സ്നേഹം തന്നെന്നെ നീ നിന്റേതാക്കി. യേശുവേ നിൻ നിത്യ സ്നേഹം തന്നെന്നെ നീ നിന്റേതാക്കി. ഇല്ലാർക്കും സാധ്യമേ അല്ല ഈ ബന്ധം വേർപിരിക്കാൻ. ഇല്ലാർക്കും സാധ്യമേ അല്ല ഈ ബന്ധം വേർപിരിക്കാൻ. കരമുയർത്തി ഒന്ന് കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഏറ്റവും ഹല്ലേലൂയ, നമ്മൾ ദൈവസന്നിധിയിൽ പ്രിയരാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുമ്പോൾ ഏറ്റവും നമുക്ക് ഹല്ലേലൂയ ദൈവത്തോട് അടുത്തിരിക്കാനും ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാനും പറ്റും. അതുകൊണ്ട് സ്തോത്രം, എല്ലാവരും നമ്മെ തള്ളി വെറുത്തിരിക്കുന്ന ഇടത്തും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ട്. തിരഞ്ഞെടുപ്പിന് സാഹചര്യത്തെ നോക്കരുത്, നിന്റെ യോഗ്യതയെ നോക്കരുത്, നിന്റെ കയ്യിലുള്ളത് നോക്കരുത്, നിന്റെ അവസ്ഥയെ നോക്കരുത്. തിരഞ്ഞെടുപ്പിന് ദൈവത്തിൻ്റെ കൃപ മാത്രമെന്നറിയുക, പകരുന്നത് ദൈവത്തിൻ്റെ കൃപ മാത്രമെന്നറിയുക, നീ ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാലെന്നറിയുക. മറ്റൊന്നുമായി നീ ദൈവസന്നിധി നിൽക്കരുത്. നിന്റെ വീട്ടിൽ എന്തുകൊണ്ട് ദൈവം ചോദിക്കുന്നില്ല, നിന്റെ കയ്യിൽ എന്തുകൊണ്ട് ദൈവം ചോദിക്കുന്നില്ല. നിനക്കെത്ര കഴിവുണ്ട്, നീ എത്ര അക്ഷരം പഠിച്ചു, സ്തോത്രം, അത് ചോദിച്ചിട്ടല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇന്ന് ദൈവം നിന്നെ വീണ്ടും തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത്. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ആ നിന്റെ കയ്യിലുള്ള എന്തോ കണ്ടിട്ടല്ല, നിന്റെ താലന്തുകൾ കണ്ടിട്ടല്ല, നിന്നിലുള്ള കഴിവുകൾ കണ്ടിട്ടില്ല. അത് കണ്ട് ലോകം നിന്റെ പുറകെ കൂടും. അതിനൊരു കോട്ടം പറ്റുമ്പോൾ അവർ നിന്നെ തള്ളിക്കളഞ്ഞു പോകും. പക്ഷെ ഒന്നുമില്ലാത്ത നിന്നെ ഹല്ലേലൂയ തിരഞ്ഞെടുത്ത് നിന്നിൽ കൃപ തന്ന് ലോകത്തിൽ ദൈവം നിന്നെ നിർത്തുമ്പോൾ അത് ഹല്ലേലൂയ, നീ ലോകത്തിന്റെ ദൃഷ്ടിയിൽ മാന്യയായി മാറും, നീ ശ്രേഷ്ഠനായി മാറും, നീ ഹല്ലേലൂയ അനുഗ്രഹമായി മാറും. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച കർത്താവിന്, നല്ല കർത്താവിന് ഇന്ന് പകൽ മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഹല്ലേലൂയ ചിലരോട് പറയുന്നതാ. ഹല്ലേലൂയ, മുഷിഞ്ഞ വസ്ത്രം മാറ്റി ദൈവം നിന്നെ ഹല്ലേലൂയ തിരഞ്ഞെടുത്ത് ഉത്സവ വസ്ത്രം അണിയിക്കാൻ കർത്താവ് ഇഷ്ടപ്പെടുകയാ. ദൈവസഭ ആ നിലയിലേക്ക് സന്തോഷത്തോടെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അടുത്തു വരണം. ഏറ്റവും ആനന്ദത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അടുത്തു വരണം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന ചിന്ത, ഞാൻ ഇന്നവനാന്ന് നീ നിന്നെ വിധിക്കരുത്, ഞാൻ ഇന്നവളാന്ന് വിധിക്കരുത്. കർത്താവിനോട് പറ, യേശുവേ എനിക്ക് അറിയത്തില്ല എന്താണ് നിനക്ക് എൻ്റെ മേലുള്ള കരുണ, ആ കരുണയ്ക്കായി നന്ദി, കൃപയ്ക്കായി നന്ദി എന്ന് പറഞ്ഞ് സ്തോത്രം, നീ ദൈവസന്നിധിയിലേക്ക് വന്നാൽ ദൈവം നിന്നെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരും. ദൈവം നിന്നെ ശ്രേഷ്ഠമായി നടത്തും. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26 മുതൽ 29 വരെ വേഗം വായിച്ച്. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26 മുതൽ 29 വരെ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ
നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായി ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ഒരുപാട് കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ അതൊന്നും വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കാരണം ഞാൻ ഹാലലി അവസാനിപ്പിക്കണം എന്ന ഒരു സമയമാണിത്. നമുക്ക് നിർത്തി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആമേൻ. കർത്താവ് അവിടെ പറയുക, ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം തരും, ഞാൻ നിനക്ക് പുതിയൊരു ആത്മാവിനെ തരും. ഇതാരാ തരുന്നേ? ഇതാരാ തരുന്നേ? ഒന്ന് പ്രതികരിച്ച്. ആരാ തരുന്നേ? ദൈവം തരുന്നത്. എവിടെയെങ്കിലും വാങ്ങാൻ കിട്ടുമോ? എവിടെയെങ്കിലും ഇത് വാങ്ങാൻ കിട്ടുമോ? വാങ്ങാൻ കിട്ടത്തില്ല. എൻ്റെ കയ്യിലൊരു പഴയ ഹൃദയമുള്ളേ, കല്ലായുള്ള ഹൃദയം. ഒരുപക്ഷെ നിങ്ങൾക്കത് ചിലപ്പോൾ നിങ്ങൾ മാംസളമായ ഹൃദയമായിരിക്കാം. അത് വെച്ചേക്ക്. കല്ലായുള്ള ഹൃദയം. ആ കല്ലായുള്ള ഹൃദയത്തെ ദൈവം മാറ്റിയിട്ട് മാംസളമായ ഒരു ഹൃദയം ദൈവം വരുത്തും. അതെന്താണെന്നറിയോ? ദൈവം വരുത്തുന്ന ഭയങ്കര പരിവർത്തനം, മാനസാന്തരം. നമ്മൾ വരുത്തുന്നതല്ല, ദൈവം വരുത്തുന്ന പുതിയ ഒരു പുതുക്കത്തിന്റെ അനുഭവം. സ്തോത്രം. അടുത്ത കർത്താവ് പറയുന്നത്, സ്തോത്രം, ഞാൻ പുതിയൊരു ആത്മാവിനെ നിങ്ങൾക്ക് തരും. ഇതൊക്കെ ചേർത്താൽ ഞാൻ ആദ്യം പറഞ്ഞ് പുതിയൊരു ആത്മാവിനെ ഞാൻ എന്ത് ചെയ്യും? തരും. അടുത്ത് പറയുന്നത്, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ആർക്കും ഒരു സന്തോഷമില്ല. സ്തോത്രം. വേറെ വല്ല നന്മയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. അതവിടെ പറയുന്നുണ്ട്, ഞാനത് വിശദീകരിക്കത്തില്ല. ഒത്തിരി കാര്യങ്ങൾ അവിടെ കർത്താവ് പറയുന്നുണ്ട്. സ്തോത്രം. അതിനകത്ത് പറയുന്ന ഒരു സ്വന്തം ദേശത്ത് പാർക്കും എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കണ്ടോ? അത് വല്ലാതെ ദൈവം എന്നെ ഇടപെട്ടൊരു വിഷയമാണ്. നീ സ്വന്തം ദേശത്ത് പാർക്കും. സ്തോത്രം. അപ്പൊ ആരെങ്കിലും പാർപ്പിക്കത്തില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നുണ്ടാകാം. ഏതെങ്കിലും പിശാച് പറയുന്നുണ്ടാകാം, നീ ഇപ്പൊ പാർക്കുന്നിടത്ത് നിന്നെ പാർപ്പിക്കത്തില്ല, ആ ഓഫീസിൽ നിന്നെ ഇരുത്തത്തില്ല, നീ ഈ ദേശത്തിൽ വാഴത്തില്ല, ഈ കുടുംബം, നീ ഈ വീട്ടിനകത്ത് നിന്റെ കുടുംബം തഴയ്ക്കത്തില്ല എന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ ഉണ്ടെങ്കിൽ, ഞാൻ ചിരിച്ചുകൊണ്ട് നിങ്ങൾ ഹാലിൽ ഒട്ടും സന്തോഷമില്ലാതെയാണ് ഇരിക്കണമെങ്കിലും ഞാൻ പറയാം, അങ്ങനെയല്ല പിശാചേ. അവിടെ ഞങ്ങൾ പാർക്കും, അവിടെ ഞങ്ങൾ പാർക്കും. ഈ ദേശത്ത് നിന്നെ നിർത്തത്തില്ല എന്ന് പിശാച് പറഞ്ഞ സ്വർഗം പറയുന്നത്, അവിടെ ഞാൻ നിന്നെ നിർത്തും, അവിടെ തന്നെ ഞാൻ നിന്നെ നിർത്തും. അപ്പൊ ഇളക്കാൻ നിൽക്കുന്ന ഒരുപാട് ശക്തിയുണ്ട്, ഇളക്കുന്ന ഒരുപാട് ശക്തിയുണ്ട്, പറിച്ചു കളയാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്, നിർത്തത്തില്ലെന്ന് പറയുന്ന ശക്തിയുണ്ട്. അത് മനുഷ്യനാണെങ്കിലും പിശാചാണെങ്കിലും സകല ദുർഭൂതങ്ങളെ നോക്കി ഇന്ന് പകൽ ദൈവം തന്ന അധികാരത്തിൽ ഞാൻ പറയുക, ആമേൻ, സ്തോത്രം, ഇവിടെ തന്നെ ഞങ്ങളെ ദൈവം നിർത്തും. ഹല്ലേലൂയ. ദൈവം ഉറപ്പിച്ചു നിർത്തും. ഹല്ലേലൂയ. ആ ഭവനം ദൈവം നിനക്ക് തന്നതാ, ആ ദേശം ദൈവം നിനക്ക് തന്നതാ, ആമേൻ, ആ ശുശ്രൂഷ ദൈവം നിനക്ക് തന്നതാ. ഇവിടെ നിന്ന് ഇളക്കി ഓടിക്കാനല്ല, ദൈവം നിന്നെ ഉറപ്പിച്ച് നിർത്തുമെന്ന് പറഞ്ഞാൽ നിന്നെ നിർത്തും. അത് വിശ്വസിക്കുന്നവർ ശക്തിയോടെ സ്തുതിക്ക്. അതിനെതിരായി നിൽക്കുന്ന സകല ശത്രുവിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം തകർന്നു പോയേ പറ്റത്തുള്ളൂ. സ്തോത്രം. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് പറഞ്ഞ ഒരു വലിയൊരു ഇതിൽ എത്തണമെന്നുള്ള ചിന്ത എൻ്റെ അകത്ത്. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നമുക്ക് നിന്നേ പറ്റത്തുള്ളൂ. ദൈവം നമ്മെ നിർത്താൻ ശക്തനാണ്. സ്തോത്രം. അഭിവൃദ്ധി, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരും. അതൊക്കെ നിങ്ങൾ വായിച്ചെടുത്തോ, ഞാൻ പറയുന്നില്ല. നമ്മുടെ ചിന്ത ദൈവം, ഞാൻ പറഞ്ഞല്ലോ, ദൈവം ചിലത് കൈമാറും. എത്ര പേർക്ക് പുതിയ ഹൃദയം വേണം? എനിക്കറിയത്തില്ല, കൈവക്കണ്ട. സ്തോത്രം. പുതിയ ഹൃദയം എത്ര പേർക്ക് വേണം? എത്ര പേരുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിനെ വേണം? കർത്താവ് ഇത് കരുണ തോന്നുമ്പോൾ ചെയ്യുന്ന ഇത് ദൈവം നമ്മൾ ചോദിച്ചിട്ടല്ല, ദൈവം പറയുക, ഞാനൊരു പുതിയ ഹൃദയം തരും. ആർക്ക്? ആർക്ക് തരും? ആർക്ക് തരും? എനിക്ക് തരും. നിങ്ങളുടെ ആരും എനിക്കറിയത്തില്ല. ഈ ദൂതന്റെ അനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് തരും. നിങ്ങൾക്ക് തരുമെങ്കിൽ ആ വചനം വിശ്വസിക്കുന്നെങ്കിൽ പറ, നിനക്കൊരു പുതിയ ഹൃദയം തരും. പ്രിയരെ, പുതിയ ഹൃദയം വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആകെ ചേഞ്ച് ആകും. ആമേൻ. പുതിയ ആത്മാവിനെ തരും. അടുത്ത ദൈവം അവിടെ തന്നെ പറയുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിലാക്കും. ആർക്കെങ്കിലും വേണോ? ആർക്കെങ്കിലും അത് വേണോ? സ്തോത്രം. ഈ ഓണം ബമ്പർ എടുത്തിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെങ്കിൽ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കേ. എനിക്കറിയത്തില്ല, ചിലരെങ്കിലും ഉണ്ടായിരുന്നാണ് ബൈബിളിനകത്തൊക്കെ വെച്ച് പ്രാർത്ഥിച്ച. സ്തോത്രം. 500 രൂപ പോയില്ലേ? അതുകൊണ്ട് പിള്ളേരെ ഏൽപ്പിച്ചെങ്കിൽ 5 ബിരിയാണി പാവങ്ങൾക്ക് അതുങ്ങൾ കൊടുത്തേനെ. ഇതൊക്കെ പാസ്റ്റർ എങ്ങനെ അറിഞ്ഞെന്നാണ് ചിന്തിക്കുന്നത്. സ്തോത്രം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ലോകത്ത് ലോകം മുഴുവൻ കൊടുത്താലും കിട്ടാത്ത സാധനമാണ് ദൈവത്തിന്റെ ആത്മാവ്.
പുതിയ ഹൃദയത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ആമേൻ നീ പ്രാർത്ഥിക്കും. പഴയ ചിന്തകൾ വരത്തില്ലെന്നേ, പഴയ ചിന്തകൾ വരത്തില്ല. സ്തോത്രം. നിങ്ങളോട് ഞാനിത് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ട? സ്തോത്രം. ഒരു വാക്യം അവസാനം വായിക്കേണ്ടത് വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചു. ലൂക്കോസ് 8:15. അത് എടുത്തു വെച്ചിട്ടില്ലേ അല്ലേ? ലൂക്കോസ് 8:15. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. ഇങ്ങനെ വായിച്ച ഒന്നും മനസ്സിലാകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളത് ശ്രദ്ധിച്ചായിരുന്നോ? ഇത് നമുക്ക് ആർക്കും വേണ്ടാത്തൊരു വിഷയമാണ്, പക്ഷെ വലിയ ഗൗരവമുള്ള ഒരു വിഷയം. കർത്താവ് പറഞ്ഞൊരു ഉപമയ്ക്കകത്തുള്ള വിഷയം. വചനം ഫലം കൊടുക്കുന്നതിനെ കുറിച്ചാ പറയുന്നത്. എങ്ങനെയുള്ള ഹൃദയമാ ഫലം കൊടുക്കുന്നേ? നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കും. അപ്പൊ നല്ല ഹൃദയമില്ലെങ്കിൽ എവിടെ സംഗ്രഹിക്കും? എവിടെ ഫലം വരും? സ്തോത്രം. ഇതൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി അവസാനിപ്പിക്കുന്നതായിരുന്നു എൻ്റെ ചിന്ത. നിങ്ങൾ എന്നോട് പറഞ്ഞേ നല്ല മനസ്സില്ല എങ്കിൽ വല്ലതും ഫലം കായ്ക്കുമോ? അപ്പൊ ഫലം കായ്ക്കുന്നില്ല എൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്നതാ? നല്ല മനസ്സില്ല. എന്താ നല്ല മനസ്സ്? സ്തോത്രം. നമ്മൾ പറയുന്നതിലപ്പുറം നിങ്ങൾക്ക് ഈ വചനം സംഗ്രഹിച്ച് സാവധാനം ഫലം കൊടുക്കാൻ പറ്റുന്ന ഒരു നിലവാരമുണ്ടോ? സ്തോത്രം. നല്ല നിലത്ത് വീഴുന്ന വ്യക്തികളായി വചനം ഫലം കായ്ക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വിഷയങ്ങൾ ബൈബിളിലുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ദൈവത്തോട് പറ, കർത്താവേ ആ പുതിയ ഹൃദയം എനിക്ക് തരണേ. ഒന്നും അങ്ങോട്ട് ഫലം കായ്ക്കുന്നില്ല. ആമേൻ. നമ്മളെ തന്നെ അങ്ങോട്ട് വിലയിരുത്താതെ പറ, കർത്താവേ ഫലം കായ്ക്കണം, നല്ല ആ പുതിയ ഹൃദയം എനിക്ക് വേണം, ആ പുതിയ ആത്മാവിനെ എനിക്ക് വേണം. ഇതിപ്പോൾ കുറേ കാലം കൊണ്ട് അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ല. കർത്താവേ എന്തെങ്കിലും ഒരു മാറ്റം എനിക്ക് വേണമെന്ന് പറ. നിന്റെ ആത്മാവിനെ എൻ്റെ അകത്താക്കണമെന്ന് പറ. അങ്ങനെയെങ്കിൽ അത് വ്യത്യസ്തമായിരിക്കത്തില്ലേ? വീണ്ടും തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ മേൽ പകരുന്ന വ്യത്യസ്തമായ ഒരു വിടുതലായിരിക്കത്തില്ലേ അത്? ഞാനും നീയും ആള് മാറിയതുപോലെ ആകുന്ന ഒരു അനുഭവം അതിനകത്തുണ്ടാകത്തില്ലേ? സ്തോത്രം. അത് വാഞ്ചിക്കുന്നവർ മാത്രം ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഇവിടെ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മെ തിരഞ്ഞെടുത്തേച്ച് ദൈവം പറയുക പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവ്. അത് ഹല്ലേലൂയ നിങ്ങൾ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ദൈവകരത്തിൽ കൊടുക്കേണ്ടത്. ഇവിടെയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്. അടുത്ത 21 ദിവസം ഉപവാസം പ്രഖ്യാപിക്കും. നമ്മളെല്ലാവരും എന്ത് ചെയ്യും? അഭിഷേകം എന്ന് പറഞ്ഞുകൊണ്ട് വരും. ആമേൻ. അത് വരുമ്പോൾ നടക്കണമെങ്കിലും ഇത് നീ ഏറ്റെടുക്കണം. അഭിഷേകം എന്ന് പറഞ്ഞ് ഒരുങ്ങി വരുമ്പോൾ സമയമൊക്കെ നമ്മുടെ സമയമാണ്, ദൈവത്തിൻ്റെ സമയമല്ല. സ്തോത്രം. നിങ്ങൾ ഏറ്റെടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഹൃദയം തിരിക്കാൻ നിൽക്കരുത്. സ്തോത്രം. എന്തുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാൻ പറ്റാത്തേ? എന്തുകൊണ്ടാണ് ഒരു മനസ്സിൽ നിൽക്കാൻ പറ്റാത്തേ? സ്തോത്രം. നമ്മുടെ പഴയ മനസ്സും പഴയ ചിന്തകളായതുകൊണ്ടാണ്. ദൈവത്തോട് പറ പുതുക്കം തരാൻ. നമുക്ക് ഇത്രയും പേർക്ക് ദൈവമാണ് ഹൃദയം തന്നെ, അത് ഒറ്റ ഹൃദയമായിരിക്കും, ഒറ്റ മനസ്സായിരിക്കും. അവർ ഒരുമിച്ച് നിൽക്കും. ഹല്ലേലൂയ. ആമേൻ. സന്തോഷത്തോടെ ആമേൻ കർത്താവിന് വേണ്ടി ഓടാൻ പറ്റും. എല്ലാം ഒരു മനസ്സോടെ ഓടും. എനിക്കെന്ന് പറഞ്ഞ് ഓടത്തില്ല. സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന പിടികിട്ടുന്നുണ്ടോ? ആമേൻ. അങ്ങനെ ഒരു നല്ല ഹൃദയം വേണമെന്ന് പറഞ്ഞ് ചോദിക്കും. അതിൽ ഉണ്ടാകുന്ന ഒരുപാട് ഫലങ്ങളുണ്ട്, ഞാനത് പറയുന്നില്ല. പക്ഷെ കർത്താവ് അത് തരാമെന്ന് പറയുമ്പോൾ എനിക്കത് വേണമെന്ന് പറയാൻ വേണ്ടേ? അതോ ഹല്ലേലൂയ ഇരിക്കുന്ന അസൂയയും കുശുമ്പും കൊന്നായ്മയും എല്ലാ സാധനമുള്ള അത് തന്നെ ഇരിക്കട്ടെ എന്നാണോ? നിങ്ങൾ എന്നെ ഒരുമാതിരി നോക്കുന്നു ഇങ്ങനെ. ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ? അങ്ങനെയുള്ള ഹൃദയം വേണോ? ദൈവം തരുന്ന പുതിയ ഹൃദയം വേണോ? പുതിയ ഹൃദയം വേണോ? ഒന്ന് ചിരിച്ചോണ്ട് കർത്താവിനോട് പറ, താന്ന് ദൈവമല്ലേ തരാന്ന്, എൻ്റെ കയ്യിലാണോ ഇരിക്കുന്നത്? സ്തോത്രം. എന്നോട് കോപിച്ചിട്ടോ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടോ ഒരു കാര്യമില്ല. ഹല്ലേലൂയ. പക്ഷെ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ചിന്തകളാണ്. അതിനകത്ത് ആവശ്യമുള്ളവർ തുടക്കം തൊട്ടുള്ള കാര്യം ദൈവത്തോട് പറഞ്ഞാൽ നീ മാറും. എനിക്ക് അടുത്തിരിക്കുന്നവരെ കാര്യം അറിയത്തില്ല, തീരുമാനിക്കുന്ന നീ മാറും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അവൻ അത്ര കരുണയുള്ളവനാ. പക്ഷെ ഒരു കാര്യം ദൈവം മുന്നമേ പറഞ്ഞു, നിന്നോട് കരുണ തോന്നി നിന്നിലേക്ക് ദൈവം തിരിഞ്ഞിരിക്കുക. കരുണ തോന്നി തിരിഞ്ഞിരിക്കുക. ഇത് കരുണയുടെ സമയം. ഇവിടെ ദൈവം എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സമയത്ത് ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. അത് ഹല്ലേലൂയ വലിയ അളവിൽ അത് ഹല്ലേലൂയ പെരുകാനിടയായി തീരും. ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവേ ആ കരുണ നീ എൻ്റെ മേൽ പകർന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം. പുതിയ ആത്മാവ്
ദൈവത്തിൻ്റെ ആത്മാവിനെ എൻ്റെ അകത്ത് ദൈവം തരും. സ്തോത്രം. ഇത് ഹല്ലേലൂയ വിശദീകരിക്കേണ്ട വിഷയമാണ്. ഞാൻ എന്ത് രണ്ടിനാൽ ഞരങ്ങുന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിർത്തണോ, ബാക്കി അടുത്ത ആഴ്ചയ്ക്ക് വെക്കണോ, പറയണോ, എനിക്കറിയത്തില്ല. സ്തോത്രം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാ, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഭാഗം നമുക്ക് കാണാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ശക്തിയോടെ ദൈവജനത്തിന്റെ മേൽ അത് വന്നു. അവർ മാറിയോ ഇല്ലയോ എന്ന് നിങ്ങൾ പറ. അവർ മാറി. ആ വാഗ്ദത്തം ഇറങ്ങിയത് ആ ഹല്ലേലൂയ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആ പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ അവിടെ കുറച്ചുപേർ പരിഹസിച്ചല്ലോ, വീഞ്ഞു കുടിച്ചു എന്ന്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? ഇവർ വീഞ്ഞു കുടിച്ചതല്ല, ഇത് പ്രവാചകൻ പണ്ട് പ്രവചിച്ചത്. ആര്? യോവേൽ പ്രവാചകൻ പ്രവചിച്ചത്. യോവേൽ പ്രവചനം 2-ാം അധ്യായം, സമയമില്ല പറഞ്ഞുവിടാം. 2-ാം അധ്യായത്തിൽ പ്രവചിച്ചു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അതിങ്ങനെയാ തുടങ്ങുന്നത്. അതിൻ്റെ ശേഷം സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, പാപത്തിൽ വലഞ്ഞു കിടന്ന ജനം ദൈവത്തിന്റെ സന്ദേശം കേട്ട് മടങ്ങി വന്ന ജനത്തിന് ആമേൻ സമൃദ്ധി ദൈവം കൊടുത്തു, നന്മകൾ ഒത്തിരി കൊടുത്തു. അവിടെ നിങ്ങൾ വായിക്കുക. ആമേൻ. ആ നന്മ ഹല്ലേലൂയ അവർക്ക് കൊടുത്തേച്ച് ദൈവം പറഞ്ഞു, ആമേൻ സ്തോത്രം, എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരത്തിനൊത്തവണ്ണം ഞാൻ അവർക്ക് മടക്കി കൊടുക്കും. സ്തോത്രം. എത്ര സന്തോഷത്തോടെ എടുക്കേണ്ട ദൂതാതെന്നറിയോ? ദൈവത്തിന് കരുണ തോന്നുമ്പോൾ ദൈവം പറയുക, ഞാൻ അയച്ച മഹാസൈന്യം, എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളി, തുള്ളൻ, പച്ചപ്പുഴു. സ്തോത്രം. എന്തുകൊണ്ടാ? അകൃത്യം ഹേതുവായി, പാപം ഹേതുവായി തുള്ളൻ നശിപ്പിക്കുക, വെട്ടുക്കിളി നശിപ്പിക്കുക. ആമേൻ. ഒരു സ്വസ്ഥതയില്ല, ഒരു തിളിരിട്ടാൽ അത് നശിപ്പിച്ച് കളയുന്ന ഒരു അനുഭവം ജീവിതത്തിൽ തുടരുക. പക്ഷെ കർത്താവ് പറയുക, ഞാനതിനെ നിർത്തിയിട്ട് അവർക്ക് അഭിവൃദ്ധി വരുത്തും. അതിൻ്റെ ശേഷം നന്മ കൊടുത്തേച്ച് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. സ്തോത്രം. ആ വാഗ്ദത്ത നിവർത്തിയാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. ദൈവജനത്തിന്റെ മേല പരിശുദ്ധാത്മാവ് വന്നു. ആ പരിശുദ്ധാത്മാവ് വന്നതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ നമുക്ക് വ്യക്തതയോടെ പറയാൻ പറ്റും, ഇന്ന് കാണുന്നതല്ല എന്ന്, ഇന്ന് കാണുന്ന ജീവിതമല്ലെന്ന് വ്യക്തതയോടെ പറയാൻ പറ്റും. പ്രസംഗിക്കുന്ന ഞാനും ശുശ്രൂഷിക്കുന്ന സഹോദരന്മാരും ഇവിടെ ഇരിക്കുന്നവരും ഒരുമിച്ച് പറയാൻ പറ്റും, അതല്ല ഇതെന്ന്. എന്ന് പറയാൻ തെറ്റിദ്ധരിക്കരുത്. നമ്മിൽ പരിശുദ്ധാത്മാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മിലുള്ളത് പരിശുദ്ധാത്മാവല്ലെന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ അവിടെ കാണുന്ന പരിശുദ്ധാത്മാവ് ഇത്രയല്ല പ്രവർത്തിച്ചേ. ആ പരിശുദ്ധാത്മാവ് വെച്ച് അവരിങ്ങനെയല്ല ജീവിച്ചേ. ആ പരിശുദ്ധാത്മാവ് വെച്ച് അവർ പാപത്തെ എതിർത്തത് ഇങ്ങനെയല്ല. ആ പരിശുദ്ധാത്മാവ് അകത്ത് വന്നവന്റെ ജീവിതം ഇതായിരുന്നില്ല, അവന്റെ മനസ്സിതായിരുന്നില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയെങ്കിൽ കർത്താവ് പറയുന്നു, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനെന്താ ചെയ്യേണ്ടേ? നിനക്ക് അംഗീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അംഗീകരിക്കുക. മുഷിഞ്ഞ വസ്ത്രത്തെ ദൈവം നീക്കും, ഉത്സവ വസ്ത്രം ദൈവം തരും, ദൈവം പുതിയ കൃപ തരും, ദൈവം പരിശുദ്ധാത്മാവിനെ തരും. ദൈവം നമ്മെ നിയോഗിക്കും. കുഞ്ഞെ, നമ്മൾ നടക്കുകയല്ല, ദൈവം നമ്മെ നടത്തും. നമ്മളാകുകയല്ല, ദൈവം നമ്മെ ആക്കും. എത്ര പേർക്ക് മനസ്സിലാകും? സ്തോത്രം. ഒരു മനുഷ്യനും താല്പര്യമുള്ളവരില്ല. ആമേൻ. നമ്മൾ ഇന്നതാകണം, ആ താല്പര്യമുള്ള ആരുമില്ല. പക്ഷെ സർവശക്തന് താല്പര്യമുണ്ട്. അതെന്താ താല്പര്യമുള്ള? സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ കാലം ഈ ആഴ്ചയേക്കാൾ ഈ ആഴ്ച ഞാൻ അല്പം പ്രാർത്ഥിച്ചു. അതുകൊണ്ട് കർത്താവിന് കരുണ തോന്നിയെന്നാണോ? അല്ല. ഞാൻ പറയും, കരുണ തോന്നിയത് കൊണ്ടാ പ്രാർത്ഥിച്ചേ. കരുണ തോന്നിയത് കൊണ്ടാ നേരാൻ വണ്ണം നിന്നേ. കൃപ ചെയ്തതുകൊണ്ടാ നിന്നേ. ആരുടെയൊക്കെ ഹല്ലേലൂയ മേളിൽ കിടക്കുന്ന മുഷിഞ്ഞ വസ്ത്രം മാറി ഉത്സവ വസ്ത്രം ഇന്ന് പകൽക്കാലം തമ്പുരാൻ അണിയിക്കാം. ഞാൻ ഇനി പറയുന്നില്ല, ഞാനെങ്കിൽ ശരിയാകത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ. സ്തോത്രം. എനിക്കതിനകത്ത് പ്രയാസമുണ്ട്, ദൈവം അനുവദിച്ചാൽ ഞാൻ പറയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ. ആമേൻ. ഒരു കാര്യം ദൈവം പറഞ്ഞത് കൃത്യതയോടെ പിടികിട്ടിയല്ലോ. ആമേൻ. എന്തുണ്ടെങ്കിലും തമ്പുരാൻ എടുത്തു മാറ്റും. അപവാദം പറയുന്ന പിശാച്, കുറ്റം പറയുന്ന, നിങ്ങൾ പിണങ്ങണ്ട കേട്ടോ, കുറ്റം പറയുന്ന അപ്പൻ, കുറ്റം പറയുന്ന അമ്മ, കുറ്റം പറയുന്ന നാട്ടുകാർ, കുറ്റം പറയുന്ന പിശാച്, അതിരുവയ്ക്കുന്ന മനുഷ്യൻ, അതിരുവയ്ക്കുന്ന പിശാച്, അതിനെല്ലാം കാരണമുണ്ട്. പക്ഷെ തമ്പുരാൻ പറയാം, ഞാനത് എടുക്കുക. ഏതാ? അവൻ്റെ അകൃത്യത്തെ മാറ്റ്, അവൻ്റെ മേൽ ഉത്സവ വസ്ത്രം ഇട്, അവൻ്റെ മേൽ എൻ്റെ കൃപയെ പകര്, അവളുടെ മേൽ എൻ്റെ അഭിഷേകത്തെ പകര്. ആമേൻ. അപ്പാ എൻ്റെ മേൽ പകരണേ എന്ന് നിങ്ങൾ പറ. അത് ദൈവം പകരും ഈ ദിവസങ്ങളിൽ. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, ഒരു അതിര് ഹല്ലേലൂയ കടന്ന് നമ്മൾ മുമ്പിലേക്ക് കുതിക്കാൻ പോകുന്ന സമയമാണ്. സ്തോത്രം. ആമേൻ. ഏറ്റവും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആമേൻ കരുണ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു നിമിഷമാണിത്.
എത്ര ഹല്ലേലൂയ നമ്മൾ ഒതുക്കപ്പെട്ടിരുന്നാൽ കർത്താവ് നമ്മെ പണിയും. പുതിയ ഹൃദയം, പുതിയ ആത്മാവ് എത്ര പേർക്ക് വേണം? ദൈവത്തോട് പറ, ദൈവം ഈ പഴയ ഈ ജീവിതം എനിക്ക് വേണ്ട, ഇങ്ങനെ എനിക്ക് ജീവിക്കണ്ട, എന്നെ നീ പുതുക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മഹാസന്തോഷം ഉണ്ടാവും കേട്ടോ. അതിനകത്തൊരു മഹാസന്തോഷം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമ്മൾ പുറകിലേക്ക് പോകും, പുറകിലേക്ക് പോകത്തില്ല, മുമ്പിലേക്ക് പോകും. ഇന്ന് തൊട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ സഞ്ചരിക്കാൻ പോകുക. ഇന്ന് തൊട്ട് നമ്മൾ ആരെന്ന് പിശാച് അറിയാൻ പോകുക. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം തന്ന ഒരു വലിയ ചിന്തയാണത്. ആരുടെ മേൽ നിന്നോ ആ മുഷിഞ്ഞ വസ്ത്രം ദൈവം എടുക്കുമ്പോൾ അവൻ്റെ മേൽ കിടക്കുന്ന പാരമ്പര്യ ശാപങ്ങൾ, അവൻ്റെ മേൽ പാരമ്പര്യമായി കിടക്കുന്ന ചില രോഗങ്ങൾ, പാരമ്പര്യമായി കിടക്കുന്ന ചില തിന്മകൾ, ചില കുടുംബത്തെ മൂടിക്കിടക്കുന്ന ചിലത് തമ്പുര പറിച്ചു കളയുക. സ്തോത്ര. അപവാദം പറയാൻ ഈ നിമിഷം വരെ നിന്നെ നോക്കി കുറ്റം ചുമത്താൻ പിശാചിനുണ്ടായിരുന്നതിനെ ദൈവം എടുത്ത് മാറ്റിവെച്ച് നിന്റെ മുഖത്ത് പോലും നോക്കാൻ പിശാചിന് പറ്റാത്ത ക്രമത്തിൽ നിന്റെ മേലൊരു പുതിയ വസ്ത്രം തമ്പുരാൻ ഇടാൻ പോവുക. സ്തോത്ര. അതൊരു ഭയങ്കര ദൂതല്ലേ? സ്തോത്ര. അതൊരു ഭയങ്കര ദൂതല്ലേ? അതല്ലേ ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാപിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കണ്ണുകൾ അടച്ച് നമ്മൾ ദൈവസന്നിധിയിൽ 1-2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോകുക. ആമേൻ, സ്തോത്രം. ആരും ഹല്ലേലൂയ മറ്റൊരു ചിന്തയിലോട്ട് പോകരുതേ. ദൈവം ചിലത് പകരുമെന്ന് പറഞ്ഞാൽ പകരും, ചിലത് ദൈവം പകരുമെന്ന് പറഞ്ഞാൽ പകരും. മക്കളെ, എത്ര പേർ കർത്താവിനോട് പറയുന്നുണ്ട് എനിക്ക് പുതിയ ഹൃദയം വേണം, എനിക്ക് പുതിയ. ചിലർക്ക് അത് മനസ്സിലാകത്ത പോലുമില്ല അത് ചോദിക്കാൻ, കാരണം അതിൻ്റെ ആവശ്യകത അറിയത്തില്ല. സ്തോത്ര. അതിൻ്റെ മറുവശത്ത് കിടക്കുന്ന നന്മ, സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അതൊന്നും ഞാൻ പ്രസംഗിച്ചില്ല. ദൈവം അത് തരട്ടെ നമുക്ക്. കണ്ണുകളെല്ലാം അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായി എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മളൊന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പോകുക. ആമേൻ. എനിക്ക് മാറണം എന്ന് ദൈവത്തോട് പറയാൻ പറ്റുന്നവർ ദൈവത്തോട് പറഞ്ഞേ, എനിക്ക് മാറണം കർത്താവേ, എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരണം, എൻ്റെ ജീവിതത്തിന് ആമേൻ ഒരു വ്യത്യാസം വരണം. ദൈവസന്നിധി, എനിക്കൊരു പുതിയ ഹൃദയം വേണം. എൻ്റെ ഉള്ളിൽ അങ്ങ് ആത്മാവിനെ പകരണം. എൻ്റെ മുഷിഞ്ഞ വസ്ത്രത്തെ അങ്ങ് നീക്കണം കർത്താവേ. ആമേൻ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കിടക്കുന്ന മുഷിഞ്ഞ വസ്ത്രത്തെ മാറ്റണം. നിന്റെ അവസാനം നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ. ഹല്ലേലൂയ. അത് മാറിയാൽ നീ പഴയ വ്യക്തിയല്ല, അത് മാറിയാൽ നീ പഴയ ആളല്ല. എത്ര പേർക്ക് ഹല്ലേലൂയ കർത്താവിന് നന്ദി പറയാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, ഇത് നിന്റെ പിടിവാശി കൊണ്ടല്ല, നിന്നോട് ദൈവത്തിന് കരുണ തോന്നിയതാ. അതിന് നീ വിധേയപ്പെട്ടാൽ മതി, ആമേൻ പറഞ്ഞാൽ മതി, സന്തോഷം കർത്താവിനോട് പറഞ്ഞാൽ മതി, നന്ദി അപ്പ എന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ആമേൻ. യേശുവിന് മഹത്വം കൊടുക്കാൻ കഴിഞ്ഞാൽ മതി, കർത്താവിന് നന്ദി പറയാൻ കഴിഞ്ഞാൽ മതി. ആ കൃപയുടെ കരം നിന്റെ മേൽ ഇറങ്ങി വരും. സ്തോത്രം. ആ സ്നേഹം ഇന്ന് പകൽ നീ അനുഭവിക്കും. പക്ഷെ ആരോ ചിലർ വിട്ടുകൊടുക്കാതിരിക്കുന്നെങ്കിൽ, ആ മുഷിഞ്ഞ വസ്ത്രം മതിയെന്ന് പറയുന്നെങ്കിൽ, അതൊരിക്കലും ഹല്ലേലൂയ ശരിയല്ല. സഹോദര കുഞ്ഞെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ സമയം കർത്താവിനോട് പറ, എനിക്ക് ആ വിശുദ്ധീകരണം വേണം അപ്പ, എനിക്ക് ആ ശുദ്ധീകരണം വേണം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ആമേൻ. ഇനി നീ ഹല്ലേലൂയ ആ തിന്മയെക്കുറിച്ച് പറയാൻ ഇടവരത്തില്ല, ശാപത്തെക്കുറിച്ച് പറയാൻ ഇടവരത്തില്ല. കണ്ണുകളുടെ ചതരങ്ങൾ തുറന്ന് എല്ലാവരും ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പകരും. നിങ്ങളുടെ കണ്ണുകൾ ഹല്ലേലൂയ നനയും. സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സന്തോഷം വ്യാപരിക്കുക. അകൃത്യം നീങ്ങുന്ന മുഖത്ത് ദൈവത്തിന്റെ തേജസ് എന്ന് പകൽക്കാലം ഇറങ്ങ്. അകൃത്യം ഹല്ലേലൂയ ആമേൻ നീങ്ങിയ ആമേൻ ഹല്ലേലൂയ ഇടച്ച് ദൈവത്തിന്റെ കൃപ പകരാൻ തുടങ്ങും. സ്തോത്രം. ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുമ്പോൾ ആമേൻ അധരങ്ങൾ തുറന്ന് യേശുവേ എന്ന് പറഞ്ഞ് നന്ദി പറയുവാൻ, ദൈവത്തിന്റെ ആ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ ആ കരുതലിനായി, ദൈവത്തിന്റെ ആ കരുണയ്ക്കായി ഏൽപ്പിക്കാൻ പറ്റുന്ന എല്ലാവരും ദൈവത്തോട് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ആമേൻ. അധരങ്ങൾ തുറന്ന്, എല്ലാ അധരങ്ങളും തുറന്ന്, എല്ലാ വായികളും തുറന്ന്
നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഈ ഒരു ദൂതിന് ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. നിന്റെ ഹൃദയത്തെ കഠിനമാക്കുമെന്നല്ല ദൈവം പറഞ്ഞത്. നിന്റെ ഹൃദയത്തിന് ഹല്ലേലൂയ ആമേൻ മാംസളമായുള്ള ഹൃദയം നിനക്ക് തരാമെന്നാ പറഞ്ഞ്. ആമേൻ നിന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുക്കുമെന്നല്ല പറഞ്ഞത്, നിന്റെ അകത്ത് ആത്മാവിനെ തരാമെന്നാ പറഞ്ഞ്. നിന്റെ പാപത്തെ കുറിച്ച് ഓർത്ത് ന്യായം വിധിക്കുമെന്നല്ല പറഞ്ഞത്, ഇന്ന് പകൽ നിന്നെ ശുദ്ധീകരിക്കാമെന്നാ ദൈവം പറഞ്ഞത്. ആരോ ചിലർ അതിൻ്റെതായ അളവിൽ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണ ഇതിന്റെ അകത്തേക്ക് ഒഴുകുന്നു. എനിക്ക് ഹല്ലേലൂയ ഈ ജനത്തോട് കരുണ തോന്നിയിരിക്കുന്നു. എനിക്ക് ഹല്ലേലൂയ കരുണ തോന്നിയത് കൊണ്ട് മനസ്സലിവോടെ ഞാൻ തിരിഞ്ഞിരിക്കുക. കുഞ്ഞെ, നിന്നോട് ദൈവം മനസ്സലിവോടെ നോക്കുകയാ. നിന്നെ സഹോദരി, നിന്നെ മനസ്സലിവോടെ നോക്കുകയാ. സഹോദര, മനസ്സലിവോടെ യേശു നോക്കുകയാ. നിന്റെ ഭവനത്തെ മനസ്സലിവോടെ നോക്കുകയാ. അങ്ങനെയെങ്കിൽ ആ കരുണ വർദ്ധിച്ചു വരും. ആമേൻ. ആ കരുണയ്ക്കകത്ത് ഹല്ലേലൂയ ഞാൻ ഉണ്ടാകുമെന്ന് നന്ദി പറയാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുമെങ്കിൽ, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ അധരങ്ങളും തുറന്ന് സ്തുതിച്ച് പിശാച് നിന്നെ അടിമപ്പെടുത്തരുത്. പാപത്തിന്റെ കുപ്പായം നിന്റെ മേൽ ഇല്ല എന്ന് നീ തിരിച്ചറിയുക. പാപത്തിന്റെ കുപ്പായം എടുക്കുമെന്ന് പറഞ്ഞ ദൈവമാണ്. നീ നിലവിളിക്കുമ്പോൾ തന്നെ കരുണ തോന്നി അത് നിന്നിൽ നിന്ന് ദൈവം നീക്കുകയാണ്. അങ്ങനെയെങ്കിൽ നീ അതിനായി സ്തോത്രം പറ. ഇപ്പോൾ അത് നിന്നിൽ നിന്ന് പറഞ്ഞു പോകുകയാണ്. ഇപ്പോൾ നിന്നിൽ നിന്ന് ദൈവം അത് എടുത്തു കളയുകയാണ്. ഇപ്പോൾ ദൈവം നിന്നെ ശുദ്ധീകരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. മുഷിഞ്ഞ വസ്ത്രം മാറ്റി. ആമേൻ. അപ്പോൾ തന്നെ ദൈവം ഒരു ഉത്സവ വസ്ത്രം നിന്റെ മേൽ ഇടുകയാണ്. ഇപ്പോൾ ഒരു ഉത്സവ വസ്ത്രം നിന്റെ മേൽ ദൈവം ഇടുകയാണ്. അതേ ഹല്ലേലൂയ. ദൈവത്തിന്റെ കോപത്തിന്റെ നാളുകൾ മാറി ദൈവത്തിന്റെ കരുണയുടെ നാൾ നിനക്ക് ലഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അത് സ്വീകരിപ്പാൻ ഒരുങ്ങി പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ മേൽ പകരണമേ എന്ന് പറ. നിനക്കൊരു പുതിയ ഹൃദയം ദൈവം തരുകയാ. പുതിയ ആത്മാവിനെ നിന്റെ മേൽ ദൈവം ഇടുകയാണ്. ഈ സമയം തന്നെ ഹല്ലേലൂയ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിങ്ങൾ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. തള്ളിക്കളഞ്ഞ പിശാച്, ആമേൻ, തകർത്ത പിശാച്, തള്ളിക്കളഞ്ഞ മനുഷ്യൻ കാണുക നിന്നിൽ നിന്ന് ദൈവം അശുദ്ധിയെ മാറ്റി നിന്റെ അകൃത്യം നീങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആമേൻ കർത്താവേ നന്ദി എന്ന് പറഞ്ഞ് പകരുന്ന ദൈവകൃപയെ സ്വീകരിപ്പാൻ ഒരുങ്ങി അധരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിച്ച് തുടങ്ങിയോട്ടെ. എല്ലാവരും 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 ഒരുപോലെ പ്രാർത്ഥിച്ച് നിലവിളിക്കാൻ കഴിയുന്ന എല്ലാവരും നിലവിളിച്ചാട്ടെ. ഇതൊരു ഹല്ലേലൂയ പരിവർത്തനത്തിന്റെ സമയം, പുതിയ ആരംഭം. ഹല്ലേലൂയ. പുതിയ തുടക്കങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരികയാ. പുതിയ തുടക്കങ്ങൾ, പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു അനുഭവത്തിലേക്ക്, പുതിയ ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരം പിടിക്കുക. ഇരുളിന്ന് പകൽക്കാലം നീങ്ങുകയാണ്. വെളിച്ചം നിന്റെ മേൽ വീഴുകയാണ്. എല്ലാ അശുദ്ധാത്മ ശക്തികൾ നീങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. എല്ലാ പാപത്തിന്റെ ബന്ധനങ്ങളും അഴിയുകയാണ്. വിശുദ്ധിയുടെ ഉടുപ്പ് ദൈവജനത്തെ ദൈവം ധരിപ്പിക്കുകയാണ്. ആദരം തുറന്ന് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ച് കരുണ ചോദിക്കുന്നവർ ചോദിക്കുക. പ്രാർത്ഥിക്കുന്നവർ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. ഇടമല നിൽക്കുന്നവരെ നോക്കാതെ ആവശ്യക്കാരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. കരുണ തോന്നി അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുകയാ. അവൻ അഭിവൃദ്ധി തരാമെന്ന് പറഞ്ഞ് സംഭവിക്കാം. പിശാചേ, നിനക്കെന്ത് കാര്യമെന്ന് ചോദിക്കുക. ഇതിനകത്ത് ഇനിയും നെടുവീർപ്പും ദുഃഖവും വരുന്നെങ്കിൽ അതിനെ കുടഞ്ഞുകള. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ജീവിതം സന്തോഷത്തിൻ്റെതാണ്. ഈ ദൈവം നല്ലവനാണ്. ഈ ദൈവത്തോടൊപ്പമുള്ള വാസം അത് അനുഗ്രഹമാണ്. ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിയ. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. വീണ്ടും ഇന്ന് പകൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാ. അതുകൊണ്ടാണ് ദൈവം ഈ വാഗ്ദത്തങ്ങൾ പറയുന്നത്. അതിനകത്ത് നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിന്റെ കൃപയാണ്. യേശുവേ, എന്റെ മേൽ ആ കൃപ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരണമെന്ന് ശബ്ദമുയർത്തി സ്വീകരിപ്പാൻ മനസ്സുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. Thank you, Jesus. അത് സംഭവിക്കുന്ന പകലാണ്. വ്യക്തതയോടെ ദൈവം അത് ചെയ്യുന്ന സമയമാണ്. വല്ലാത്ത ഭയങ്ങൾ ഇന്ന് പകൽക്കാലം നീങ്ങുകയാണ്. ഞാൻ അയോഗ്യതയുള്ളവനാണ്, അയോഗ്യത ഉള്ളവളാണെന്ന ചിന്ത ഇന്ന് പകൽ മാറുകയാണ്. ചില ജീവിതത്തിന് പുതിയ മാനങ്ങൾ കൈവരത്തക്കവണ്ണം ഹൃദയത്തിന് ദൈവം പരിവർത്തനം വരുത്തുകയാണ്. ഏറിയ നാളുകളായി കരയാൻ കഴിയാത്ത വ്യക്തികൾ അവരുടെ കണ്ണുനീര് ചാലായി മാറുകയാണ്. അത് ഹല്ലേലൂയ ഉറവയെ ദൈവം തുറന്നു തരികയാണ്. അശുദ്ധമായതിനെ ദൈവം നീക്കുകയാണ്.
അഭിഷേകത്താൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ചുണ്ടുകൾ വിറച്ചു തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രവാചകനായ യെശയ്യാവ് അലറിക്കരഞ്ഞു, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളവനാണ്. ദൈവം അവന്റെ നാവിനെ തൊട്ട് ശുദ്ധീകരിച്ചു. ദൈവം പറഞ്ഞു, നിന്റെ അകൃത്യം നീങ്ങി, നീ ഇപ്പോൾ ശുദ്ധിയുള്ളവനാണ്. ചിലരോട് ആത്മാവ് പറയുന്നു, നിന്നെ ദൈവം ശുദ്ധീകരിച്ച് വേർതിരിക്കുക. യെശയ്യാവിന്റെ ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതേ ദൂതൻ ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ തീയാൽ തൊട്ട് നിന്നെ ശുദ്ധീകരിക്കുന്നു. അലറി കരയുന്നവനെ ശുദ്ധീകരിക്കുന്ന ദൈവം, അലറി വിളിക്കുന്നവനെ ശുദ്ധീകരിക്കുന്ന ദൈവം. ഏതോ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരുടെ നാവിനെ ദൈവം തൊടുകയാണ്. ഏതോ പാപത്തെ ഓർത്ത് കരയുമ്പോൾ തൊടുന്നത് മനുഷ്യന്റെ കരമല്ല, ഓ ദൈവത്തിന്റെ തീ, ഹല്ലേലൂയ, ഇന്ന് പകൽ നിന്നെ തൊടുകയാണ്. ദൈവത്തിന്റെ അഗ്നിയാൽ ദൈവം നിന്നെ ശുദ്ധീകരിക്കുകയാണ്. ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുകയാണ്. ശുദ്ധിയില്ലാത്ത ആദരമുള്ള ജനത്തിന്റെ നടുവിൽ വസിച്ച യെശയ്യാവ് അശുദ്ധനായി തീർന്നു. ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ അവന്റെ അശുദ്ധി വെളിപ്പെട്ടു. അവൻ അലറിക്കരഞ്ഞു, അവനെ ശുദ്ധീകരിച്ചു. ഇന്ന് പകൽ മനസ്സലിവുള്ള ദൈവം ഇതിന്റെ അകത്ത് ചിലതിനെ ശുദ്ധീകരിച്ച് വേർതിരിക്കുകയാണ്, ശുദ്ധീകരിച്ച് വേർതിരിക്കുകയാണ്, ശുദ്ധീകരിച്ച് വേർതിരിക്കുകയാണ്. Thank you, Jesus. എല്ലാ മലിനതകളും ഇന്ന് പകൽ നീങ്ങട്ടെ. എല്ലാ മലിനതകളും മാറി ഇന്ന് പകൽ നീ കൈയടിക്കാൻ പോകുക. എല്ലാ മലിനതയും മാറി നീ സ്തോത്രം ചെയ്യാൻ പോകുക. പിശാചിന്റെ അവകാശവാദങ്ങൾ തകർന്ന്, ആമേൻ, ആ ശത്രുവിന്റെ മുമ്പിൽ നീ സ്തോത്രം ചെയ്യാൻ പോകുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നിന്നെ കുറ്റപ്പെടുത്താൻ ഒരു പിശാച് ഇല്ല. ഇന്ന് പകൽക്കാലം നിന്നോട് കരുണ തോന്നിയ ദൈവം നിന്റെ അരികിൽ നിൽപ്പുണ്ട്, നിന്റെ അരികിൽ നിൽപ്പുണ്ട്. നിന്റെ അപ്പൻ അങ്ങനെ കരുണ കാണത്തില്ല, അമ്മയ്ക്ക് കരുണ കാണിച്ചില്ല. ഒരു മനുഷ്യൻ പോലും നിന്നോട് കരുണ കാട്ടാതെ നിന്നെ വിട്ട് അകന്ന് ഒറ്റപ്പെടുത്തി മാറ്റി തള്ളി നിൽക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അവർ നിന്നെ നോക്കി പരിഹാസിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ അരികിൽ നിന്ന് പറയുക, നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയാ, നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുക, എന്റെ കൈ നിന്റെ മേൽ വയ്ക്കുക, നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുക, നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുക, എന്റെ കൈ നിന്റെ മേൽ വയ്ക്കുക, എന്റെ കൃപയെ നിന്റെ മേൽ പകരുക, എന്റെ അഭിഷേകം നിന്റെ അകത്താക്കുക, ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം തരികയാ. ആമേൻ. നിന്റെ അപ്പൻ മറന്നതിനെ നീ ഓർക്കണ്ട, അമ്മ മറന്നതിനെ ഓർക്കണ്ട, ഭാര്യ മറന്ന് ഓർക്കണ്ട, ഭർത്താവ് മറന്ന് ഓർക്കണ്ട, നാട്ടുകാർ മുഴുവൻ നിന്നെ മറന്നതിനെ ഓർക്കണ്ട. നിന്നെ ഓർത്ത് നിന്നോട് അരുളപ്പാട് പറയുന്ന ആ കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറ, യേശുവേ. മനുഷ്യനല്ല, ദൈവം നിന്നെ കഴുകുകയാ, ദൈവം നിന്നെ ശുദ്ധീകരിക്കുക. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞ് ആ കരങ്ങളെല്ലാം അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് നമ്മൾ സന്തോഷത്തോടെ പറയാൻ പോകുക, ഈ ജീവിതം ആനന്ദമാണ്, ഈ ജീവിതം സന്തോഷമാണ്. ആമേൻ. ആരും കൂടെ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും, ആരും കൂടെ ഇല്ലെങ്കിലും ഞാൻ മുമ്പിലേക്ക് പോകും. എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. അവൻ കരുണയുള്ള അപ്പനാണ്, മനസ്സലിവുള്ള ദയയുള്ള പിതാവാണ്. ഇന്ന് പകൽ അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നവർ ദുഃഖത്തോടെയല്ല, സന്തോഷത്തോടെ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. പുതപ്പുകൾ ഇതിന്റെ മുകളിൽ ദൈവം കൈമാറുകയാ, പുതിയ വസ്ത്രം ദൈവം ധരിപ്പിക്കുകയാ. ശാപത്തിന്റെ വസ്ത്രങ്ങൾ, അകൃത്യത്തിന്റെ വസ്ത്രങ്ങൾ പറഞ്ഞു പോകുകയാ. ദൂതൻ നിന്റെ മേൽ പുതിയ വസ്ത്രം ഇടുകയാ, പുതിയ എണ്ണ നിന്നെ ചേപ്പിക്കുകയാ, അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുകയാ. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിശ്വസ്ത കർത്താവേ, ഈ മക്കളുടെ മേൽ അവിടുത്തെ അഭിഷേകം ഇറങ്ങട്ടെ. അങ്ങ് ചിലത് കൈമാറുമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ കൈമാറപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ അത് സ്വീകരിക്കട്ടെ. കരങ്ങളെല്ലാം അടിച്ചുകൊണ്ട് ആത്മാവിൽ സന്തോഷിച്ച് നൃത്തം ചെയ്ത്